സുപരിചിതമായ വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായം 31 മുതലുള്ള വേദഭാഗങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുമെങ്കിൽ അതൊരനുഗ്രഹമായിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. വെറും വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ശുശ്രൂഷിപ്പാൻ അടിയന്റെ ശബ്ദത്തെയും നാവിനെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഇന്ന് രാത്രി സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ ജനം അങ്ങയുടേത്, ദേശം അങ്ങയുടേത്, സഭ അങ്ങയുടേത്, ഈ സാധുവായ അടിയൻ അങ്ങയുടേത്. ഞങ്ങളോട് സംസാരിക്കും. സകല മഹത്വം യേശുപ്പച്ചന് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഏത് സംബന്ധിച്ച്? 1-ാം അധ്യായം 5-ാം വാക്യം, റോമാലേഖനം 1:5 കൂടെ വായിക്കാം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവരാലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് സംബന്ധിച്ച് പൗലോസിനോട് നാം ചോദിക്കാം, ഏത് സംബന്ധിച്ച്? പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും നിന്ദകളും ആക്ഷേപങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു. ഇത് സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ കുലത്തിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപിയെ രക്ഷിപ്പാൻ ലോകത്തെ സ്നേഹിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന അതേ പിതാവായ ദൈവത്തിന്റെ കരുണയും സ്നേഹവും അത്രേ. ഇത് സംബന്ധിച്ച്. 2, പാപത്തിന്റെ അധികാരത്തിലും ശാപത്തിന്റെ പടുകുഴിയിലും കിടന്ന് ഒരിക്കലും നിത്യതയിലേക്ക് പ്രവേശനമില്ലാതെ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് ശാപകുലത്തിൽ കിടന്ന് നശിക്കേണ്ടവരെ ഇത് സംബന്ധിച്ച്. ഏത് സംബന്ധിച്ച്? ദാവീദിന്റെ സന്തതിയായി ജഡത്തിൽ ജനിച്ച യേശു ക്രിസ്തു അതേ മാനവജാതിക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. ദാസരൂപമെടുത്തു. സ്തോത്രം. ആ വചനം ദാസരൂപം, ആ എഴുത്തുകാരൻ പൗലോസ് പറയുക, വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു. അതിനേക്കാൾ ഇനി താണ ഒരു പേര് പറയാമെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുത്തുകാരൻ അത് പറയുമായിരുന്നു. സ്തോത്രം. ദാസരൂപമെടുത്തു സേവനം ചെയ്യുവാൻ. സ്തോത്രം. രാജാവായി അവൻ ഒരിക്കൽ വാഴും. അന്ന് വന്നത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി, എന്റെ സൗഖ്യത്തിനു വേണ്ടി, എന്റെ മാനസാന്തരത്തിനു വേണ്ടി, എന്റെ ശാപത്തെ അഴിക്കേണ്ടതിനു വേണ്ടി തലമുറയായി അതേ ഇങ്ങോട്ട് കയറി വരുവാൻ യാതൊരു സാധ്യതയുമില്ലാതെ ശപിക്കപ്പെട്ട കുലത്തിൽ കിടന്നപ്പോൾ ഇത് സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോടൊന്ന് ചോദിച്ചാൽ, അബ്രഹാമിനോട് ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ പറയുന്നു, അബ്രഹാമേ, നീ നിന്റെ സ്വജനത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഇത് സംബന്ധിച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം ചോദിക്കും, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പരിചയമില്ല, ഇങ്ങനെ ഒരു ശബ്ദമില്ല, ഇങ്ങനെ ഒരു കൂട്ടായ്മയില്ല, ഇങ്ങനെ ഒരു ബന്ധമില്ല, ഇങ്ങനെ ഒരു ആരാധനയില്ല. ഇത് സംബന്ധിച്ച് നീ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. സ്വജനത്തെ വിടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണം. എന്ത് നിനക്ക് വിലയേറിയതൊന്ന് തോന്നുന്നു
എന്ത് നിനക്ക് മാന്യതയെന്ന് തോന്നുന്നുവോ, എന്ത് നിനക്ക് കൊഴുപ്പ് കൂട്ടുന്നെന്ന് തോന്നുന്നുവോ, അത് വിടുവാൻ നീ മനസ്സ് വയ്ക്കുമ്പോൾ ഇത് സംബന്ധിച്ച് ക്രിസ്തു നിന്നിലേക്ക് ഇറങ്ങി വരും. അബ്രഹാം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പറയുന്ന ഇസാക്കിനെ എടുത്ത് ചോദിച്ചാൽ ഇസാക്ക് പറയും, അതേ പാരമ്പര്യമായി കടന്നു വന്നു. അതേ മുൻപോട്ട് നീങ്ങുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 26 വരുമ്പോൾ ക്ഷാമമുള്ള ദേശത്ത് വിതച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ ഇടയ്ക്ക് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം കൂടെ ചുരുക്കി അങ്ങ് പറയുക. ക്ഷാമമുള്ള ദേശത്ത് വിതച്ചു. വിതച്ചത് 100 മേനി വിളവ് കിട്ടി. അതെ, അബ്രഹാം കുഴിച്ച കിണർ കൊണ്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല. ആ കിണർ മാറ്റി അവൻ മറ്റൊരു കിണർ കുഴിച്ചു. അവനെ അസഹ്യപ്പെടുത്തുന്ന ശക്തികൾ, ദേശനിവാസികൾ, അതുമാത്രമല്ല മറ്റു പല വിധത്തിലുള്ള പോരാട്ടങ്ങൾ ഇസാക്കിന്റെ നേരെ കടന്നു വന്നു. അവിടുന്ന് ഓടി ഒളിക്കാമെന്ന് ചിന്തിച്ചു, മറ്റൊരു പട്ടണത്തിൽ പാർക്കാമെന്ന് വിചാരിച്ചു. ഇല്ല, നിന്റെ പ്രശ്നം ദേശം വിട്ടതുകൊണ്ട് മാറിയില്ല, നിന്റെ ഭവനം വിറ്റതുകൊണ്ട് മാറിയില്ല, സഭ മാറിയതുകൊണ്ട് പറ്റത്തില്ല, സംഘടന മാറിയതുകൊണ്ട് പറ്റത്തില്ല. നീ നിൽക്കുന്നിടത്ത് സമാധാനത്തോടെ നീ വിതയ്ക്ക്, വിശ്വസ്തയോടെ വിതയ്ക്ക്. പിന്നത്തേതില വിളവെടുത്തുകൊണ്ട് നിനക്ക് പറയാം, ഇത് സംബന്ധിച്ച് ഞാൻ വിതച്ചു, എനിക്ക് 100 മേനി വിളവ് കിട്ടി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇസാക്കിനോട് ചോദിക്കും, എന്താ ഇസാക്ക്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസാക്കിന് പറയുവാനുണ്ട്, എന്റെ അപ്പൻ നടപ്പ് തെളിയിച്ചവനാ. 17 അധ്യായത്തിലേക്ക് വന്നപ്പോൾ ചാർച്ചക്കാരെ വിട്ടു, പിതൃഭവനത്തെ വിട്ടു, കുടുംബം വിട്ടു, കുലം വിട്ടു. എന്നാൽ വിടാതെ തന്നെ പിൻപറ്റിക്കൊണ്ടിരുന്ന ചില ശക്തികളുണ്ട്. ഹല്ലേലൂയ. ഇസാക്കിനോട്, അതേ അബ്രഹാമിനോട് 17 അധ്യായത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. എന്താ കാരണം? 16 അധ്യായത്തിൽ ഒരു കുറുക്കു വഴിക്ക് പോയി. നിന്റെ കുറുക്കു വഴിയൊന്നും ദൈവത്തിന് വേണ്ട. നീ വിടാൻ പറഞ്ഞാൽ, വിട്ടാൻ മനസ്സ് വെച്ചാൽ ബാക്കി കാര്യം നിവർത്തിക്കുന്ന ദൈവമത്രേ. രണ്ടാമത് ഇസാക്കിനോട് ചോദിച്ചാൽ ഇസാക്ക് പറയും, എന്റെ അപ്പൻ നടപ്പ് തെളിയിച്ചു. 18 അധ്യായത്തിൽ വന്നപ്പോ കൊടുപ്പ് തെളിയിച്ചു. 22 അധ്യായത്തിൽ വന്നപ്പോ ആരാധന തെളിയിച്ചു. ആരാധന, നടപ്പ് തെളിയിച്ച ദൈവ പൈതലേ, കൊടുപ്പ് തെളിയിച്ച ദൈവ പൈതലേ, ആരാധന തെളിയിച്ച ദൈവ പൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് നിന്റെ പേര് വന്നില്ലെങ്കിലും, പേര് വിളിച്ചില്ലെങ്കിലും, ഒന്നും എടുത്തു പറയാനില്ലെങ്കിലും, ഒന്നും നിനക്ക് സാധിച്ചില്ലെങ്കിലും, നടപ്പ് തെളിയിക്കാമോ, കൊടുപ്പ് തെളിയിക്കാമോ, ആരാധന തെളിയിക്കാമോ, സ്വർഗം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാത്രിയായി മാറും. ആരാധന തെളിയിച്ചത് എങ്ങനെയാണ്? ആരാധന തെളിയിച്ചത്? പ്രൈസ് ദി ലോർഡ്. 17 അധ്യായത്തിൽ നടന്നു തെളിയിച്ചു. 18 അധ്യായത്തിൽ ഇറച്ചിയും അപ്പവും, ഹല്ലേലൂയ, പാലും വെണ്ണയും ഒക്കെ കൊടുത്തു തെളിയിച്ചു. 22 അധ്യായത്തിൽ വന്നപ്പോഴാ തെളിയിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താണ് തെളിയിക്കേണ്ടത്? ആരാധന തെളിയിക്കണം. ആരാധന തെളിയിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് കൊടുത്ത് ആരാധിക്കണം? ഇങ്ങോട്ട് തന്നതിനെ അങ്ങോട്ട് കൊടുക്കണം. ആയുസ് കൊടുക്കാൻ പറ്റുമോ? ആരോഗ്യം കൊടുക്കാൻ പറ്റുമോ? വീട് കൊടുക്കാൻ പറ്റുമോ? സമ്പത്ത് കൊടുക്കാൻ പറ്റുമോ? കുടുംബവും കുലവും കൊടുക്കാൻ പറ്റുമോ? ഇത് ബന്ധക്കോസുകാരുടെ മീറ്റിംഗാ. ബന്ധക്കോസുകാരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു സ്വോത്രമൊക്കെ പറയുമ്പം കർത്താവിനാ മഹത്വം. റംല തോമസിനല്ല കേട്ടോ, ആ പുള്ളിക്കാരത്തി ചത്തുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പുള്ളിക്കാരത്തി ചത്തിട്ട് 44 വർഷം കഴിഞ്ഞു. ഇന്ന് നിൽക്കുന്ന കൃപയാൽ യേശുവിന്റെ നാമത്തിനു വേണ്ടിയാ. ഹല്ലേലൂയ. എന്താ കൊടുക്കേണ്ടത്? അബ്രഹാം ചോദിച്ചു കാണി, എന്ത് കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും യഹോവയായ ദൈവം ഇറങ്ങി വരുമ്പോൾ
എന്റെ സ്നേഹിതനായ അബ്രഹാം. എന്താ സ്നേഹിതന്മാർ തമ്മിലുള്ള കൂട്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ ഒരു കൂട്ടു സഹോദരി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, കൂട്ടു സഹോദരിയുടെ മകളും. അവരാണ് എനിക്ക് ഒത്തിരി കൈത്താങ്ങ പ്രവർത്തനത്തിന്. ഇപ്പോൾ ഞാൻ ചെങ്ങന്നൂരാ താമസിക്കുന്നത്, സോറി ചിറ്റാറില്ല, ചെങ്ങന്നൂര് കഴിഞ്ഞ പ്രൈസ് ദി ലോർഡ് 40 വർഷം ചെങ്ങന്നൂരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ നോട്ടീസിൽ പേര് വന്നു, സ്വത്ര റംല തോമസ് ചിറ്റാർ. ഇതുവരെയും വന്നത് റംല തോമസ് ചെങ്ങന്നൂരെന്നായിരുന്നു. അപ്പൊ ചിറ്റാറെന്ന് വന്നപ്പോ ഞാൻ ഓർത്തു, പ്രൈസ് ദി ലോർഡ്, അറിയാതെ തന്നെ പേരെന്ത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്ന അവിടെ പുതിയൊരു പ്രവർത്തനം തുടങ്ങിയത്, ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി സപ്പോർട്ട് തരുന്ന ഒരു സഹോദരിയാ. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ പിണങ്ങും, ഇണങ്ങും, കൂട്ടുകൂടും, കൂടാതിരിക്കും. പക്ഷേ 1 മിനിറ്റോ 2 മിനിറ്റോ ഒരു ദിവസമോ അല്ലെങ്കിൽ 12 മണിക്കൂർ തികയ്ക്കുമെന്ന് തോന്നുന്നില്ല, അതിനു മുമ്പ് ശബ്ദം കേട്ടില്ലെങ്കിൽ, ഒരു മുഴക്കം വന്നില്ലെങ്കിൽ, ഒരു കോള് വന്നില്ലെങ്കിൽ ഒരു വെപ്രാളമാണ്. പിണങ്ങിയാണോ? അല്ലേ? തോന്നിയിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാ പിണങ്ങിയാണോ? പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ശണ്ടയിട്ടേച്ചായിരിക്കും ഞങ്ങൾ മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടി? ഞങ്ങൾ ഈ ലോകത്തിന്റെ വസ്തുവകയ്ക്കും സമ്പത്തിനും വേണ്ടി ഒന്നും ഇടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇടുന്നുണ്ട് യേശുവിന് വേണ്ടി മാത്രം. പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ഈ സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധം, സ്തോത്രം. എന്നാ കാരണം? കർത്താവ് ഒരു ദിവസം ഇറങ്ങി വന്നപ്പോ അബ്രഹാമിനെ കണ്ടില്ല. എന്തുവാ? കുഞ്ഞിനെ കുളിപ്പിക്കുവോ, നനയ്ക്കുവോ, അതിനുടുപ്പിടിപ്പിക്കുവോ, മീറ്റിങ്ങിന് പോകാൻ ഒരുങ്ങുവോ, എന്തൊക്കെയാ? ധൃതിയാ, ബിസിയായി. 24 മണിക്കൂറും കർത്താവിന്റെ കൂടെ ഇരുന്നവൻ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോ കുഞ്ഞിനെയും പൊക്കിക്കൊണ്ട് നടക്കുക. ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം സഭയുടെ നിന്ന മാറ്റുന്ന ചില വിഷയങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുവാനിടയായി. ശുഡമനഹത്തുരി ജഗച്ചസിയ. സഭയെ ചോദ്യം ചെയ്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിച്ചിട്ടും എന്താ മറുപടി ഇല്ലാത്തത്? അവിടെയാണോ ഇവിടെയാണോ എന്ന് ചോദിച്ചു കിടക്കുന്ന ചില ചോദ്യത്തിന് ഉത്തരവുമായി 2024 സ്വർഗം സഭയിൽ ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരാൾക്ക് ഈ കൺവെൻഷൻ അനുഗ്രഹമായാൽ ഈ സാധുക്കൾ കിടന്ന് ബന്ധപ്പെടുന്നത് ഒത്തിരി നല്ലതാണ്. ഈ ചൂടും പിടിച്ച് ഞാൻ ഈ ഹോളിലോട്ട് കയറിയപ്പം പരവേശം എടുത്തു പോയി. ഞാനങ്ങ് എ സിക്കകത്ത് ജനിച്ചോളൊന്നും അല്ല കേട്ടോ. സ്തോത്രം. ചിറ്റാറിൽ ഇത്രയും ചൂടില്ല. സ്തോത്രം. ഞങ്ങൾ താമസിക്കുന്ന ഒരു തോട്ടത്തിനകത്താ. പ്രൈസ് ദി ലോർഡ്. ഈ ചൂടത്തിരുന്ന് ആരാധിക്കുന്ന നമ്മുടെ നെയ്യൊക്കെ സ്വർഗം ഒന്ന് ഉരുക്കുക. ഹല്ലേലൂയ. എന്താ സ്വർഗത്തിലെ ദൈവം? ഉരുകേണ്ടത് ചിലത് ഉരുകി കഴിയുമ്പോൾ, അലിയേണ്ടത് ചില അലിഞ്ഞു കഴിയുമ്പോൾ, ചേരേണ്ടത് ചിലത് ചേർന്നു വരും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ഞാൻ അവിടെ നിർത്തുകയാ. സ്തോത്രം. അപ്പോൾ ആരാധന തെളിയിച്ചു. നടപ്പ് തെളിയിച്ചപ്പം നടപ്പിന്റെ കൂടെ ദൈവം നടന്നു. സ്തോത്രം. കൊടുപ്പ് തെളിയിച്ചപ്പോൾ 430 സംവത്സരം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ, ഫറവോന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ആഹാരത്തിന് മുട്ടുവന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, വചനമൊക്കെ വായിക്കുമ്പോ, ദൈവമേ എന്താ ദൈവത്തിന്റെ കരുതല്! കാലാവസ്ഥയ്ക്കനുസരിച്ച് ജനത്തിന് ഭക്ഷണം കൊടുക്കുന്ന ദൈവം. സ്തോത്രം. 40 വർഷം നടന്നു, ഒരു രോഗവും ഇല്ല, ക്യാൻസറും ഇല്ല, ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഇല്ല. ഇന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ. 12:30 ആകുമ്പോഴത്തേക്കും പാസ്റ്റർ മീറ്റിംഗ് നിർത്തിയില്ലെങ്കിൽ ബലഹീനരെന്ന് ബലപ്പെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. അന്ന് ബലഹീനരില്ല. അന്നെന്താ ഇല്ലാത്തത്? കർത്താവ് കൊടുത്ത ആഹാരം. ഇന്ന് നാം കഴിക്കുന്നത് വിഷമാ. നോക്കിക്കേ, അന്തരീക്ഷത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ശാസ്ത്രജ്ഞന്മാർക്ക് പറ്റുമോ? ചൂടൊന്ന് കുറച്ചു തരാൻ പറ്റുമോ? കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ? ഡൽഹിയിലും അതേ സ്തോത്രം മരുഭൂമി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിടക്കുന്നവര് ചൂടെന്ന് പറയുമ്പം മലയാളികൾക്കൊരു പൊങ്ങച്ചമായിരുന്നു. ഞങ്ങളിവിടെ തണുപ്പ് എല്ലാ കാലവും ഞങ്ങൾക്ക് ഒരുപോലെ. ഇപ്പൊ അവർക്ക് തണുപ്പ് കൊടുത്തേച്ച് നമുക്കിപ്പോ ചൂട് തന്നിരിക്കുക. യേശുവിന്റെ രക്തം ഇതാർക്കും മാറ്റാൻ പറ്റത്തില്ല.
സ്വർഗം മാറ്റം വരുത്തിയിരിക്കുക. സുനാമി വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു കസിൻ ബ്രദർ മോന് എന്നോട് പറയാ, പത്തനംതിട്ട ജില്ലയെ സുനാമി വരത്തില്ല, അവിടെ വെള്ളമൊന്നും വരത്തില്ല. ദൈവം പത്തനംതിട്ട ജില്ലയെ തൂത്തുവാരി. ഇവൻ പറഞ്ഞു ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് കർത്താവ് എത്ര പൊക്കത്തിൽ കൊണ്ട് കൂട് വെച്ചാലും, ഒബദ്യാവ് പറയുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ നീ കൂട് വെച്ചാലും നിന്നെ താഴെ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങളെല്ലാം വായിച്ചില്ലേ, ഒരു കോട്ടയംകാരൻ എവിടെ വസ്തു വാങ്ങിച്ചു? എവിടെ വാങ്ങിച്ചു? വായിച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. ചന്ദ്രനിൽ വാങ്ങിച്ചെന്ന്. ചന്ദ്രനിൽ സ്ഥലം വാങ്ങിച്ചു. നീ അവിടെ കൂട് വെച്ചാലും, വെക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പണത്തിനനുസരിച്ചോ സാഹചര്യത്തിനനുസരിച്ചോ കാലാവസ്ഥയ്ക്കനുസരിച്ചോ ചന്ദ്രനല്ല, നീ അതിന്റെ മേലെ എവിടെ പറ്റുമെന്ന് വെച്ചാൽ മേടിച്ചോ. പക്ഷെ സ്വർഗത്തിൽ കയറാൻ പറ്റിയാതാ വലിയ ഭാഗ്യം. സ്വർഗത്തിലെ ഒരു 5 സെന്റ് സ്ഥലം ഒന്ന് വാങ്ങിച്ചിട്ടാ നല്ലതായിരുന്നു. സ്വത്രം. എന്റെ ശോശാമ സിസ്റ്ററെ, അവിടെ എങ്ങാനും മേടിക്കാൻ പറ്റുമായിരുന്നു, ഞാൻ എന്നേ മേടിച്ചേരെ. പ്രൈസ് യു ജീസസ്. ഒന്ന് കേറിപ്പറ്റാൻ കിടന്ന് പെടുന്ന പാട് എനിക്കും അറിയാം, എന്റെ ദൈവത്തിനും അറിയാം. ഈ കേറിപ്പറ്റാൻ പറ്റുന്ന പാടെന്ന് പറയുമ്പോ, ഒരിക്കലായി രക്ഷിക്കപ്പെട്ടു, ഒരിക്കലായി മാനസാന്തരപ്പെട്ടു, ഒരിക്കലായി സ്നാനപ്പെട്ടു. സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് നീ അല്ലാതെ സ്നാനപ്പെട്ടു. പക്ഷെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം ഒന്നേ ഉള്ളൂ. ഷുഡമനഹത്തുരാജഗച്ഛസി. പക്ഷേ രക്ഷ എന്നും പുതുക്കിക്കൊണ്ടിരിക്കണം. ഷുഡമനഹസി, മാനസാന്തരം എന്നും വരണം. ഷുഡമനഹത്തുരാജഗച്ഛസി. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് ലേബലൊട്ടിച്ച് നടന്നാൽ റംല സ്വർഗത്തിന്റെ വാതിൽ നീ കാണത്തില്ല. സ്തോത്രം. റംലയ്ക്ക് റംലയോട് മാത്രമേ പറയാൻ പറ്റൂ. ഓ റിഗമനഹത്തുരാജഗച്ഛസിയ. ഇന്ന് രാത്രി പറയട്ടെ, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? അങ്ങനെ ഇരിക്കുമ്പോൾ അതേ സ്തോത്രം, ഇവർക്ക് എന്തോ വേണം? കൊടുപ്പ് തെളിയിച്ചപ്പോൾ ദിവസവും മന്ന പൊഴിച്ചു കൊടുത്തു. എത്ര കൊടുത്തു? മന്ന കൊടുത്തപ്പോ ഇടങ്ങഴിയെ കൊടുത്തുള്ളൂ. പ്രൈസ്. ഇതൊക്കെ തിന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോ ഇത് എന്നാന്ന് ചോദിച്ച് ഇവര് പിന്നെ അങ്ങോട്ട് മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ആഹാരം വേണം, അതെല്ലാം കൊടുത്തു. ഇതും പോരാ, അവർക്കിനി ഇറച്ചി തിന്നണം. പ്രൈസലോ. എത്രമാത്രം കൊടുത്തു ഒന്ന് പറയാമോ? പ്രൈസലോ. സ്തോത്രം. നല്ല പാട്ടൊക്കെ പാടിയ ചക്കരക്കൂട്ടന്മാരൊക്കെ ഇരിക്കുക. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഉയരട്ടെ, വളരട്ടെ. ഞാൻ എന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ ലോകത്തിലെ ഡിഗ്രിയിലൊന്നും പ്രശംസിക്കരുത്, ഈ ലോകത്തിലെ നന്മയിലൊന്നും പ്രശംസിക്കരുത്, ഈ ലോകത്തിലേതൊന്നുമല്ല മക്കളെ, വരുവാനുള്ളതോർത്താൽ ഈ ലോകത്തിലെ സകലതും താൽക്കാലികം. ഷുഡമനഗച്ഛസി. വീഴാതെ ആ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ ഒന്ന് നിർത്തിയാൽ അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. സ്തോത്രം. പ്രൈസലോ. അപ്പൊ ഇവർക്ക് ഇറച്ചി മൂക്കി കൂടെ വരുവോളം കൊടുത്തു. സംഖ്യാപുസ്തകം 11 അത് കാണാൻ നിങ്ങൾക്കൊക്കെ വചനമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് ഓടിപ്പോകുകയാ. ഇറച്ചി കൊടുത്തു. സ്തോത്രം. അപ്പോ ഇറച്ചി കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? പാലും വെണ്ണയും. പ്രൈസലോ. ഇസ്രായേൽ മക്കൾ നടന്നത് പാലിന്റെയും വെണ്ണയുടെയും മീതെ കൂടാ. അതേ സ്തോത്രം. ഇസ്രായേലിലെ പശുക്കൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രൈസലോ, പ്രൈസലോ. അവര് കിടക്കുന്ന സ്ഥലത്ത് പാലൊഴുകും. ഉടമനഗച്ഛസിയ. എന്തിനാന്നറിയാമോ? ആ പാല് വെണ്ണയായി പാലായി മാറുമ്പോൾ ദൈവം വിളിച്ചവൻ, ദൈവം വേർതിരിച്ചവൻ, ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയവൻ, ദൈവത്തിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവർ, ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കുന്നവർ, ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ, അവരെ നടത്തുന്നത് മരുഭൂമിയിലാണ്. ാണെങ്കിലും അവരുടെ കാലുകളിൽ എന്തുണ്ട്? ഹർമോനിയം മഞ്ഞു പെയ്തതുപോലെ അവരുടെ പാദം ചവിട്ടുന്നിടത്ത് പാടുകളുണ്ട്. നടക്കുന്നത് പാലിന്റെയും വെണ്ണയുടെയും മീതെ. അകരന്റെ താടിയിലേക്ക് ഒഴുകി, അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് വന്നു. ഞാനത് വായിക്കുമ്പോൾ അത് കാലിലേക്ക് എത്തി.
ഉടമനഗസി, ഒരു ഭക്തൻ നടക്കുന്ന വഴി അടുത്തൊരു സാക്ഷ്യം പറയണം. എന്റെ വെല്ലിപ്പച്ച നടന്നതാ, എന്റെ അമ്മ നടന്നതാ, എന്റെ അപ്പൻ നടന്നതാ. ഹല്ലേലൂയ, സ്തോത്രം. സാക്ഷ്യം പറയട്ടെ. നടപ്പ്, സ്തോത്രം. അടുത്തത് ആരാധന തെളിയിച്ചു. ആരാധന തെളിയിച്ചപ്പോ എന്ത് കിട്ടി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ 2 അന്യഭാഷയും പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കി കൈയും കാലും അനക്കി 2 ചാട്ടവും കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു സ്വർഗത്തിൽ നിന്ന് ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാറിന് വേണ്ടി, വീടിന് വേണ്ടി, തോട്ടത്തിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി, ജോലിയുടെ പ്രമോഷന് വേണ്ടി. പക്ഷേ അബ്രഹാം അങ്ങനെയല്ല ചെയ്തത്. ഇങ്ങോട്ട് തന്നതിനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ ദൈവ ആരാധനയിൽ സന്തോഷിച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം എന്നെ തോൽപ്പിച്ചിരിക്കുകയാ, ഇനി അബ്രഹാമിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാ. ഇത് സംബന്ധിച്ച് ഇതാ നമ്മുടെ കുറിവാക്യം. ഞാൻ വരിക അങ്ങോട്ട് ഓടട്ടെ വേഗത്തിൽ. ഇത് സംബന്ധിച്ച് അടുത്ത വിഷയം ഹല്ലേലൂയ. എന്താണ്? ഇറച്ചി കൊടുത്തപ്പോ ഇറച്ചി കിട്ടി, പാലും വെണ്ണയും കൊടുത്തപ്പോ പാലും വെണ്ണയും കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നടപ്പിച്ച കൂടെ നടന്നു. പക്ഷെ ആരാധന എളിപ്പിച്ച എന്നാ കിട്ടി? നിങ്ങളാരും മിണ്ടുന്നില്ല. പുത്രനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ പിതാവായ ദൈവം എഴുന്നേറ്റിട്ട് പറഞ്ഞു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, ഞാനൊരു പുത്രനെ ഒരുക്കിയിട്ടുണ്ട്, അവൻ പോയി സകലത്തെ നേടിക്കോളും. ഇസ്ഹാക്കിനെ ഇന്ന് നീ യാഗം കഴിപ്പിച്ചാൽ ഇനി ജനിക്കുന്നതിനെ മുഴുവനും കൊണ്ടുപോയി യാഗം കഴിക്കേണ്ടി വരും. എന്നാൽ ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്നൊരു മഹാപുരോഹിതൻ ആകാശത്തിലൂടെ സഞ്ചരിച്ച് മേഘാരൂഢനായി പിതാവിന്റെ അടുക്കലേക്ക് കരകയറി പോയപ്പോൾ പറഞ്ഞു, ഇതാ ഞാൻ പോയതുപോലെ വരും. ഇതാ, സ്തോത്രം. ഇസാക്കിനെ കൊണ്ട് പിതാവായ ദൈവം, അതേ സ്തോത്രം, ആ ചോര ചിന്തുന്നതിനു മുമ്പ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി, ഇവിടെ വന്നിരിക്കുന്ന ജനത്തിന്റെ പാപം പോക്കി, ദൂരത്തും ചാരത്തുമായി എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളുടെ പാപം പോക്കുവാൻ തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഇത് സംബന്ധിച്ച് സ്തോത്രം പുത്രനെ അങ്ങോട്ട് സ്വീകരിച്ചു. എബ്രായ ലേഖനം പറയുന്നത് ആരാധന അബ്രഹാം ഇസാക്കിനെ എന്ത് ചെയ്തു? യാഗം കഴിച്ചെന്ന. പക്ഷെ ഉൽപ്പത്തിയിൽ 2:22-15 പറയുന്നു, അബ്രഹാമേ, ബാലന്റെ മേൽ എന്ത് വെക്കണ്ട, വെക്കരുത്. പക്ഷേ ആരാധന ഞാൻ സ്വീകരിച്ചു. പക്ഷെ നീ ഒരു കാര്യം ചെയ്തോ, നിനക്ക് വേണ്ടി പുറകിൽ ഒരു ആട്ടുകൊറ്റനെ ഞാൻ കരുതിയിട്ടുണ്ട്, അത് കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെയോ ചിലത് കുരുങ്ങി കിടക്കുന്നതിന്റെ കുരുക്കഴിക്കുന്ന രാത്രിയായി മാറട്ടെ. കുരുങ്ങി കിടക്കുന്നതിന്റെ കുരുക്കഴിക്കട്ടെ. സത്യാരാധനയ്ക്ക് വേണ്ടി കുരുക്കഴിക്കട്ടെ. നിത്യജീവന് വേണ്ടി കുരുക്കഴിക്കട്ടെ. പുത്രന് വേണ്ടി കുരുക്കഴിക്കട്ടെ. പുത്രനെ ഇങ്ങോട്ട് തരാൻ പിതാവായ ദൈവം തീരുമാനിച്ചു. അബ്രഹാമിന്റെ പുത്രനെ ഞാൻ സ്വീകരിച്ചു. പക്ഷെ ഇതുകൊണ്ട് ഒതുങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മലാക്കി കൊണ്ട് അവസാനിക്കാനല്ല, അതേ 400 വർഷത്തിൽ അധികം സ്തോത്രം ആരാധനയും കൂട്ടായ്മയും ഇല്ലാതിരുന്നപ്പോൾ പിതാവായ ദൈവം ഒരു പദ്ധതി ഇട്ടു. ഇതെന്റെ ഭാവനയിലുള്ളതാ. പിതാവേ, പുത്രനെ, പരിശുദ്ധാൽ, ഇവർ മൂന്നും കൂടെ ഒത്തുകൂടിയപ്പോൾ പിതാവ് ചോദിച്ചു, ആരെ ഞാൻ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? കുറുംപ്രാവിനെയും ആട്ടുകൊറ്റനെയും കാളക്കിടാവിനെയും പശുക്കിടാവിനെയും യാഗം കഴിച്ച് ദൈവപ്രസാദം പ്രാപിച്ചു പോകുന്ന ജനം, കൂലിപ്പണിയെടുക്കുന്നവന്റെ ഒരു ദിവസത്തെ കൂലി കൊണ്ട് ഒരാടിനെയോ പ്രാവിനെയോ മേടിച്ചാൽ അവന്റെ അകൃത്യത്തിന് പരിഹാരം വരുന്നില്ല, അവന്റെ പാപത്തിന് പരിഹാരം വരുന്നില്ല.
ഇത് സംബന്ധിച്ച് ദൈവം ഒരു പ്ലാൻ ചെയ്തു. ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു? പുത്രൻ പറഞ്ഞു ഞാൻ പോകാം. പിതാവായ ദൈവം ഞെട്ടിക്കാണും. സ്തോത്രം. പിതാവിന്റെ അകത്തടങ്ങിയിരുന്ന പുത്രൻ പിതാവ് ആരെ ഞാൻ അയക്കേണ്ടു. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവന്റെ കാലിൽ ഒരു മുള്ളുകൊണ്ട അമ്മയ്ക്ക് സഹിക്കൂ? പ്രൈസ് ദി ലോർഡ്. അവൻ 3 നേരം ആഹാരം കഴിച്ചു. അതേ ഒരു നേരം ആഹാരം കഴിക്കാതിരുന്നപ്പോൾ അമ്മയുടെ വെപ്രാളം നോക്കണം. 1.5 വർഷമായി ആഹാരം കഴിക്കാത്ത ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഷുഡമനഹത്തുരാധികച്ചസി. ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞു, വീട്ടിൽ പോയി ഒരാഴ്ച അനങ്ങാതെ കിടന്നു. 2ാമത്തെ ആഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു. തിരിച്ചു പോയപ്പോൾ ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചേച്ചാ പോയി. ഷുഡമനഹത്തുരാജകച്ചസ് 1.5 വർഷം ആ അമ്മ എന്നോട് പറഞ്ഞതാ, എനിക്കൊന്നും വേണ്ട സിസ്റ്ററെ, എന്റെ കുഞ്ഞ് അതേ സ്തോത്രം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൈതൽ 1 വർഷത്തിലധികമായി സ്കൂളിൽ പോയിട്ട് മാനസികമായി തകർന്ന് കാണിക്കാൻ ഒരു സ്ഥലവുമില്ല. ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി, ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. സ്തോത്രം. അവസാനം ഈ സാധുവായ ഞങ്ങളുടെ വീട്ടിലും കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ കുഞ്ഞ് ഇച്ചിരി ആഹാരം കഴിച്ചാൽ മതി. അമ്മയുടെ വേദന. അപ്പൊ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തരാൻ പിതാവായ ദൈവം പ്ലാനിട്ടു. പക്ഷെ പുത്രൻ വരൂന്നൊന്നും ചിന്തിച്ചോണ്ടായിരിക്കത്തില്ല. ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുത്രൻ എഴുന്നേറ്റ് പറയാ, ഞാൻ പോകാം. കാരണം സ്തോത്രം, ദൈവത്തിന് പറയാനുണ്ട്. നടപ്പ് തെളിയിച്ചവൻ, കൊടുപ്പ് തെളിയിച്ചവൻ, ആരാധന തെളിയിച്ചവന്റെ സന്തതി ഇന്നവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തതിയെ കൊടുത്തേ മതിയാകൂ. യേശുവിന്റെ നാമത്തിൽ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തരുവാൻ പുത്രൻ സമർപ്പിച്ചപ്പോൾ പിതാവായ ദൈവം സ്തോത്രം അത്ഭുതപ്പെട്ട് കാണും. എന്തൊക്കെയാണ് പുത്രൻ വിടേണ്ടി വന്നത്? ഉന്നതമായ പദവി വിട്ടു. പിതാവിനകത്തു നിന്ന് താൻ പുറത്തോട്ടിറങ്ങി തന്റെ പുത്രത്വം അല്പസമയത്തേക്ക് മാറ്റി, തന്റെ പൂർണ്ണമായ തേജസ് അല്പസമയത്തേക്ക് മാറ്റി, തന്റെ ആരാധന അല്പസമയത്തേക്ക് മാറ്റി. യേശുവിന് എന്തെല്ലാം ഉണ്ടെന്ന് തോന്നിയോ അതെല്ലാം ഈ റംലേക്ക് വേണ്ടി, ഇവിടെ കടന്നു വന്ന ജനത്തിനു വേണ്ടി, മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപത്തിന്റെ ചതുകുഴിയിൽ കിടക്കുന്ന, വശീകരിച്ച് പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന അതേ ദുഷ്ട മനുഷ്യർക്കു വേണ്ടി തന്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു തരികയാ. എന്തൊക്കെ മാറ്റി വെച്ചെന്ന് ഓർത്തു നോക്കിക്കേ. തേജസ് വാരി ഉടുത്തവൻ, മേഘത്തെ കാൽക്കീഴിലെ പൊടിയാക്കിയവൻ, സൂര്യനും ചന്ദ്രനും അവനെ കണ്ടാൽ നാണിച്ചു മാറി നിൽക്കും. 24 മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ടിട്ട് പാടിക്കൊണ്ടിരിക്കുകയാ, അറുക്കപ്പെട്ട കുഞ്ഞാട് നിനക്ക് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാട് നിനക്ക് മഹത്വം. അവരുടെ പദവിയിൽ നിന്ന് അവർ മാറി നിന്നിട്ട് അവരുടെ കിരീടങ്ങൾ മാറ്റിവെച്ചിട്ട് പുത്രനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുത്രൻ പറയുകയോ, ഞാൻ പോകുകയോ, ഞാൻ പോകുകയോ, അടികൊള്ളാൻ പോകുകയോ, നിന്നേക്കാൻ പോകുകയോ, തുപ്പലേക്കാൻ പോകുകയോ, ചട്ടവാർന്നാൽ എന്റെ ശരീരം കീറുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുകയാ. തീർന്നില്ല കേട്ടോ, തീർന്നില്ല. അതെ, സ്തോത്രം സ്തോത്രം. 33.5 തിരുവയസ്സിലെ ചുട് രക്തം. രക്തം ജയം, യൗവനത്തിലെ രക്തം. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, പ്രൈസ് ദി ലോർഡ്. അതെ, എന്റെ 15ാമത്തെ വയസ്സിലാ യേശുപ്പച്ചനെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. 44 വർഷം കർത്താവ് നടത്തി.
അടിയുടെ മുൻപിൽ തകരുന്ന മാർഗമല്ല, ഇടിയുടെ മുൻപിൽ തോറ്റിട്ടേച്ച് പോകുന്ന മാർഗമല്ല. വഴി കൊട്ടിയടച്ചാൽ അതുകൊണ്ട് വഴി അവസാനിക്കുന്നില്ല. ഓഹരി തരാതിരിക്കുമ്പോൾ, സഹോദരങ്ങൾ വെറുത്തു കഴിയുമ്പോൾ, അപ്പൻ ചവിട്ടി തകർക്കുമ്പോൾ, അമ്മ മാറി നിന്ന് കണ്ട് ചങ്കുപൊട്ടുമ്പോൾ തകരുന്ന മാർഗമല്ല ഇത്. അതുകൊണ്ട് പൗലോസ് പറയും, ഇത് സംബന്ധിച്ച് 5 സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന്, 4 പാപ്പന്മാരുടെ നടുവിൽ നിന്ന്, 5 അമ്മാച്ചന്മാരുടെ നടുവിൽ നിന്ന്, സ്തോത്രം, 2 വല്യപ്പന്മാരുടെ നടുവിൽ ഷുഡനഹത്തുരി ജഗച്ചസി യൗവനം യേശുവിന് വേണ്ടി കൊടുത്തു. ഷുഡരഹത്തുരി ജഗച്ചസി, മക്കളെ കൊടുക്കുന്നെങ്കിൽ യൗവനം കൊടുക്കണം. പെൻഷൻ പറ്റിയിട്ട് കൊടുക്കണ്ട, കിഡ്നി പോയി കഴിഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് കഴിയുമ്പോഴല്ല കൊടുക്കുന്നത്. ഓരോരുത്തരെ വിളിച്ച സമയത്ത് പൊക്കോ, പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. കൊടുക്കുന്നെങ്കിൽ നിന്റെ ചങ്ക് തുറന്ന് നിന്റെ പ്രാണപ്രിയന് വേണ്ടി നീ കൊടുക്കാമോ, ബാക്കിയൊക്കെ അവൻ നിനക്ക് തന്നോളും. എന്റെ അപ്പൻ റോഡിലിട്ട് വലിച്ചടച്ച് ചവിട്ടി പാന്ത് തട്ടുന്ന പോലെ തട്ടിയച്ച് എന്നോട് ചോദിച്ചു, നിന്നെ ആര് കെട്ടും? അത് അവർക്ക് വിഷയം. നിന്നെ ആര്? ശുഡമനഗച്ചസി. ഞാൻ പറഞ്ഞു, നസ്രായന്റെ പുറകെയല്ലേ വന്നത്, അദ്ദേഹം വേണമെങ്കിൽ ആരെങ്കിലും ഒരുക്കിക്കോളും, എനിക്കത് വിഷയമല്ല. ശുഡമനഗച്ചസി, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ലെന്ന് നിശ്ചയിച്ചത് റംല തോമസ് അല്ല, ഇവിടെയുള്ള പാസ്റ്റർ അല്ല, പ്രൈസല ഇവിടെ ഇരിക്കുന്ന ആരുമല്ല. അതിന് പ്ലാൻ കൊണ്ടുവന്നത് ദൈവമാണ്. ഇന്ന് രാത്രി ഞാൻ അതിനോടൊരു ദൂത് പറയാം. പരിശുദ്ധാത്മാവ് പറയട്ടെ, കുടുംബജീവിതം പദ്ധതിയിട്ടത് മനുഷ്യനല്ല, അത് ദൈവമാണ്. കുടുംബജീവിതം പിരിക്കാൻ പിശാച് പദ്ധതിയിട്ടപ്പോൾ ദൈവം അതിനെ യോജിപ്പിക്കാൻ പദ്ധതിയിട്ടു. തകർത്ത് കളയുവാൻ, ഒതുക്കി കളയുവാൻ, മുടിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ദേശത്തുനിന്ന് തുടച്ചു മാറ്റുവാൻ പിശാച് പദ്ധതിയിട്ടെങ്കിൽ സ്വർഗമിട്ട പദ്ധതിക്ക് അതിനെ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് നീ പറയണം, ഈ ക്ഷാമകാലത്ത് ഇത് സംബന്ധിച്ച് ഞാൻ വിതച്ചോണ്ടിരിക്കുന്ന ഞാൻ 100 മേനി കൊയ്യും. രണ്ടാമത് ദൈവം എനിക്ക് ദേശത്തെ കുറിച്ച് തന്നൊരു ദൂത്, അതുകൂടെ ഞാൻ ഓടിച്ചങ്ങ് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. യോവേൽ 2:21 മുതൽ ദേശത്തെ കുറിച്ച്. കണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോവേൽ എവിടാന്ന് ആർക്കും അറിയത്തില്ല, പുള്ളി അങ്ങ് ഇസ്രായേലില. ദേശമേ ഭയപ്പെടേണ്ട, കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തിന്റെ പേരെന്തുവാ? എന്തേലും ആട്ടെ, കരിമാനൂര്, കരമ്പാലൂര്, കരമ്പാലൂര്, പത്തനാപുരമേ ഭയപ്പെടേണ്ട. എന്താ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം, ഭയപ്പെടുത്തുന്ന ചില ശക്തികൾ വരാൻ പോകുകയാ. സുനാമി വരുമെന്ന് വിചാരിച്ചില്ല, കൊറോണ വരുമെന്ന് വിചാരിച്ചില്ല. വ്യക്തിപരമായി അവരവരുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഈ സുനാമി വന്നപ്പോഴും സുനാമി വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും പകർച്ചവ്യാധി ഒന്നിന് പുറകെ ഒന്നൊന്നായി വന്നപ്പോഴും എന്റെ മിടുക്ക് കൊണ്ട് രക്ഷപ്പെട്ടതല്ല. ഒരു ദിവസം കൂടെ ഈ സുവിശേഷത്തിൽ സംബന്ധിക്കണം, ഇത് കേൾക്കണമെന്ന് ദൈവത്തിന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. അതുകൊണ്ട് എന്നെ ഭൂമിയിൽ ശേഷിപ്പിച്ചു. ഹല്ലേലൂയ. ദേശമേ ഭയപ്പെടേണ്ട. അടുത്ത വായിച്ചേ മക്കളെ.
ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. ആഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. യഹോവ വൻ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു. സ്തോത്ര. ദേശനിവാസികൾ കേട്ടേച്ച് ഇപ്പൊ എന്നോട് പറയും, ഈ പുള്ളിക്കാരത്തേക്ക് വട്ട, ദേശം ചുട്ടു പഴുത്തിരിക്കുകയാ, കിണറ്റിലെ വെള്ളമെല്ലാം കുറഞ്ഞിരിക്കുകയാ, പൈപ്പിലെ വെള്ളമെല്ലാം തീർന്നിരിക്കുകയാ, പഞ്ചായത്തിൽ വെള്ളം കിട്ടുന്നില്ല, ദേശത്ത് വെള്ളം കിട്ടുന്നില്ല, ഞങ്ങളുടെ മൃഗങ്ങൾ പോലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാ. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി എന്തായി പറയുന്നത്? ഘോഷിച്ചുല്ലസിക്കാനോ? ക്ഷാമമുള്ള ദേശത്ത് നീ ഘോഷിച്ചുല്ലസിക്കുമെങ്കിൽ, ഞെരുക്കമുള്ള സമയത്ത് നീ പാടി സ്തുതിക്കുമെങ്കിൽ, പോരാട്ടങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ നീ അതേ ദൈവത്തെ മറന്നു പോകാതെ അവനെ സേവിച്ചവന്റെ പാദത്തിങ്കൽ വീഴുമെങ്കിൽ നീ ഘോഷിച്ചുല്ലസിച്ചുകൊണ്ടിരുന്നു. ദേശത്തിന്റെ ക്ഷാമം മാറ്റും, ദേശത്തിന്റെ ശാപമഴിക്കും, ദേശത്തിന്റെ രോഗം മാറ്റും, ദേശത്തിന്റെ കെട്ടുപൊട്ടിക്കും. നിത്യജീവനിലേക്ക് കടക്കാതെ കുരുട്ട് കണ്ണുകളുമായി അന്ധകാര ശക്തി, അതേ സ്തോത്ര, ഈ ലോകത്തിന്റെ അധിപതി അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദേശത്തിന്റെ അധിപതി അതേ ദേശത്തിന്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം പറയാ, നിന്റെ കുരുട്ട് കണ്ണ് തുറക്കുവാൻ ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഇറങ്ങിത്തിരിക്കാമോ? വിശ്വസിക്കാമോ? സമർപ്പിക്കാമോ? ഏറ്റെടുക്കാമോ? അബ്രഹാമിന് പറയുവാനുണ്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ. പീലാത്തോസിന്റെ മുൻപിൽ എന്റെ പ്രാണപ്രിയനെ കൊണ്ടു നിർത്തി അതേ പല കോടതികളിൽ അവനെ വിസ്തരിച്ചു. നാടുവാഴികളുടെ മുൻപിൽ, കയ്യാപ്പാവിന്റെ ഹന്നാവിന്റെ മുൻപിൽ, അതേ പീലാത്തോസിന്റെ മുൻപിൽ അവനെ വിസ്തരിച്ചു. അവനിൽ ഒരു തെറ്റും ഇല്ല. എന്തിനാ അവനെ വിസ്തരിച്ചത്? ലോകം നിന്നെ വിസ്തരിക്കുന്നതിന് മുമ്പ് ദൈവം അവനെ വിസ്തരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ രാജ്യം സ്ഥാപിക്കാൻ വന്നവനോ? നീ തുറന്നെന്നോട് പറ, ഞാൻ ആരാ നിനക്കറിയാമോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണമെങ്കിൽ നിന്നെ വെറുതെ വിടാം, എനിക്ക് വേണമെങ്കിൽ നിന്നെ കുറ്റം വിധിക്കാതെ വിടാം. നീ ഒന്ന് പറയാമോ? ലോകമനുഷ്യ, ഒരു ദൈവ പൈതലെ നിനക്കളക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? ദൈവം അവർക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? പൗലോസ് പറയുന്നു, ആത്മീയൻ എല്ലാരെയും വിവേചിക്കുന്നു, ആത്മീയനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ലോകമേ, നീ ആത്മീയനെ കണ്ടിട്ടില്ല. നീ പഴിച്ചെന്ന് വന്നേക്കാം, നീ അടിച്ചെന്ന് വന്നേക്കാം, നീ ക്രൂശിലേറ്റിയെന്ന് വന്നേക്കാം, നീ കോടതി കയറ്റിയെന്ന് വന്നേക്കാം, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ ചെയ്തെന്ന് വന്നേക്കാം. പക്ഷേ ക്രൂശിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും, ആണി കയ്യിലെടുക്കുമ്പോഴും, പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും, ചുറ്റിക കയ്യിലെടുക്കുമ്പോഴും, ചാട്ടവാറുകൊണ്ട് അടികൊള്ളുമ്പോഴും, രോമം പിഴുതെടുക്കുമ്പോഴും അവൻ പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം അനുകൂലമാണെങ്കിൽ ചുറ്റിക മാറ്റിക്കൂടെ? ദൈവം അനുകൂലമാണെങ്കിൽ രോമം പിഴുതെടുക്കാതെ അവനെ രക്ഷിച്ചുകൂടെ? ഇങ്ങനെ നീ ദേഹസഹിതനായി തകർക്കപ്പെട്ടാലും അതിനകത്തുനിന്ന് വ്യാപരിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി, അതാ ദൈവമക്കളുടെ പ്രത്യാശ. ദൈവമക്കളുടെ പ്രത്യാശ. ലോകത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ കന്യാസ്ത്രീമാർ, എത്രയോ അച്ഛന്മാർ, എത്രയോ പാസ്റ്റേഴ്സ്, എത്രയോ വിശ്വാസികൾ, എത്രയോ സഹോദരി സഹോദരങ്ങൾ ജയിലറയിൽ കഴിയുന്നു. പക്ഷേ അടങ്ങിയിരിക്കുന്നില്ല. അവരവരുടെ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. ദൈവം അവർക്ക് അനുകൂലമെങ്കിലും പ്രതികൂലമാര്?
അവർക്കൊറ്റ കാര്യം പറയാം: നിങ്ങൾക്ക് ഞങ്ങളെ തകർത്ത് ഞങ്ങളെ ഒതുക്കി ജയിലിലിടാം, അല്ല നിങ്ങളുടെ ഈർച്ചവാളിനാൽ ഞങ്ങളെ തകർക്കാം, അല്ല പെട്രോൾ ഒഴിച്ച് ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചെലവേ ഉള്ളൂ ഞങ്ങളെ തകർക്കാൻ. പക്ഷേ ഞങ്ങൾക്ക് അതേ ജീവനുള്ളിടത്തോളം കാലം പറയാൻ പറ്റും: ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. ലൂക്കോസ് 12 വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്ന ഒരു ധനാട്യൻ സകലതും സമ്പാദിച്ചു. ഷുഡരഹത്തുനാദികച്ചസി എല്ലാം ശേഖരിച്ചു വെച്ചു. അവനോട് തന്നെ പറഞ്ഞു: തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ അന്ന് രാത്രി യേശു അവന്റെ അടുക്ക ചെന്നിട്ട് ചോദിച്ചു: മൂടാ, സ്തോത്രം, മൂടാ. മൂടി എന്ന് വിളിച്ച ഭക്തന്റെ പേര് നഷ്ടമാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. ഭക്തന് നാണക്കേട് നമ്മൾ വരുത്തണ്ട. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മൂടികളെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. സ്തോത്രം, വേഗത്തിൽ ഓടിപ്പോകയാ. സ്തോത്രം, എന്റെ അരുമനാഥൻ നിൽക്കുന്ന നിപ്പൊന്ന് നോക്കിക്കേ. ലാസ്റ്റിൽ ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞോളാം കേട്ടോ. ഹല്ലേലൂയ. മൂട, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ചരതിച്ചു വെച്ചതാർക്കാ? ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, മത്തായി 19 ഇങ്ങനെ ചോദിച്ചു: ഗുരുവേ, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം, അപ്പനെ അമ്മയെ അനുസരിക്കണം, ഇന്നതുപോലെയൊക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ ചെറുപ്പം മുതലേ ചെയ്തു. അന്നാ ഇനി നിനക്കുള്ളതെല്ലാം വിറ്റ് സുവിശേഷ വേല ചെയ്യാൻ പറഞ്ഞു, കൺവെൻഷൻ നടത്താൻ പറഞ്ഞു. ഇത് കേട്ടപ്പോ പുള്ളിക്കാരൻ അങ്ങ് പ്രയാസം. ഇന്ന് പലരും ഈ ഉപദേശം കടുപ്പമെന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. സ്തോത്രം, ഇത് കടുപ്പമുള്ള ഉപദേശമാ. ഇത്രയൊന്നും വേണ്ട. അയവുള്ളത് അപ്പുറത്ത് കിടപ്പുണ്ടല്ലോ, ചെന്ന ഉടനെ കിട്ടുന്നത് അവിടെ ഉണ്ടല്ലോ. പ്രൈസ് വേണ്ട. ഇത് ഇച്ചിരി കടുപ്പമുള്ളതാ, ഇടുക്കമുള്ളതാ, ഞെരുക്കമുള്ളതാ. ഈ വഴി ചെറുതാ, ഇത് വിശാലതയല്ല, ഇത് ഞെരുക്കത്തിലൂടെ. ഇതൊന്ന് ഒതുങ്ങിപ്പോണം. അതേ വീശി പോകാൻ പറ്റത്തില്ല. തണ്ടുവച്ച പടകും പ്രതാപമുള്ള കപ്പലും അതിൽ കടക്കയില്ല. ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ സഹോദരിമാരോട് പ്രസംഗിക്കുമ്പോ പറയും, ഒന്ന് ഒതുങ്ങിയൊക്കെ പോണേ. ആ മുള്ളുവേലിയുടെ അരികെ കൂടെ പോകുമ്പോ തുണിയൊന്നും കീറല്ലേ, ചുരിദാറിന്റെ ഷോളൊന്നും കീറി പോകല്ലേ, സാരി ഒന്നും അതേ കൊണ്ട് കീറരുതേ. ഒന്ന് ഒതുങ്ങിക്കോണം, ഒതുങ്ങിക്കോണം. സഹോദരിമാരെ, ഒതുങ്ങിക്കോ. കണ്ണുനീരൊഴുക്കിക്കോ. ഒരു സന്തതി ജനിക്കട്ടെ. ദേശത്ത് ആത്മാക്കൾ ജനിക്കാൻ അത് നിനക്ക് ശക്തിയുണ്ടോ? ദേശത്ത് കുഞ്ഞുങ്ങൾ ജനിക്കാറായി. റബ്ഷാക്കയോട് ചോദിക്കുകയോ, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നിനക്ക് ശക്തിയുണ്ടോ? അപ്പോൾ യെശയ്യാവ് പറയും, യൗവനക്കാരിടറി വീഴും. സ്തോത്രം, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എന്തിനാ ശക്തി പുതുക്കുന്നത്? ഒന്ന്, നിനക്ക് പറക്കാൻ. രണ്ടിവിടെ കുഞ്ഞുങ്ങളെ, ആത്മാക്കളെ നേടാൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു നിർത്താറുണ്ട്, ദൈവമക്കളെ, ഞാൻ ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് 10 ശിഷ്യനെ ദൈവസന്നിധി കാഴ്ചവെച്ചില്ലെങ്കിൽ, അയ്യോ, എന്നെ പോലെ ആരിഷ്ട പിടിച്ച ഒരു ദാരിദ്ര്യവാസി രക്ഷിക്കപ്പെടാതിരിക്കുന്നതാ നല്ലതെന്ന്. 45ഓളം മുസ്ലിങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ശനിയും ഞായറും കോയമ്പത്തൂരായിരുന്നു. ഭാഷ അറിയത്തില്ലെങ്കിലും അതേ സ്തോത്രം, ഒരു മുസ്ലിം സഹോദരൻ അവിടെ വന്നു, യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു.
ശുഡമനഹത്തുരി ജഗച്ചസി. പക്ഷേ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നതിന് ഭാഷ വിഷയമല്ലെന്ന് ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞു. യേശുപ്പച്ച, ഭാഷയോ വേഷമോ ഭക്ഷണമോ കാലാവസ്ഥയോ സുഖ സൗകര്യങ്ങളോ ഒന്നും എനിക്ക് വിഷയമല്ല, എന്നെ ഒന്ന് അയച്ചാൽ മതി. അങ്ങും എന്റെ കൂടെ വരണം. സ്തോത്രം. നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ പോയിട്ട് എന്നെ കാണിക്കാനാ. അവിടെയൊക്കെ പോയി അവിടെ എനിക്ക് ആത്മാക്കളെ തന്നെന്ന്. ഒടിയ മന്ത്രവാദിയാ രക്ഷിക്കപ്പെട്ടെ. കെട്ടുകഥയൊന്നുമല്ല, യൂട്യൂബിലുണ്ട്. സ്തോത്രം. 102 വയസ്സുള്ള ഒരു അപ്പൻ വലിയ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിച്ച് താഴോട്ട് ഇറങ്ങുമ്പോ അപ്പൻ വന്നിട്ട് എന്റെ കൈ പിടിച്ച് അദ്ദേഹത്തിന്റെ തലയെ വെച്ചു. ജോളി, നമ്മളൊക്കെ ആണെങ്കിൽ എന്തോ ഇതിന് ആ പുള്ളിക്കാരത്തി കൃപയെന്ന് പോയെന്ന് പറഞ്ഞേനെ. മലയാളികൾ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, ചുരുക്കം പേരായിരുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഞാൻ പെട്ടെന്ന് ഞെട്ടി. അപ്പച്ചാന്റെ കൈ വെക്കല്ലേ. അപ്പച്ചാന്റെ കൈ ഇങ്ങോട്ട് വലിച്ചപ്പോഴേക്കും ഈ അപ്പച്ചൻ എന്റെ സാരിത്തുമ്പും ഷോളും എല്ലാം കൂടെ വലിച്ച് ദേഹത്ത് തൂത്തേച്ച് പറഞ്ഞു, നിന്നിലുള്ള യേശുവിനെ എനിക്ക് മതി. അല്ല എന്റെ കുടുംബ മഹിമയോ, എന്റെ അമ്മായിയപ്പന്റെ പൊങ്ങച്ചമോ, എന്റെ ഭർത്താവിന്റെ ഡിഗ്രിയോ, എന്റെ മക്കളുടെ സൗന്ദര്യമോ, എന്നാ മണ്ണാങ്കട്ട കണ്ടോണ്ടാ? നിന്നിലൊരു യേശുവുണ്ട്. നിന്നിലൊരു യേശുവുണ്ട്. നിന്ദിക്കപ്പെട്ടവൻ, തകർക്കപ്പെട്ടവൻ, തുപ്പലേറ്റവൻ, ക്രൂശിക്കപ്പെട്ടവൻ ക്രൂശിൽ കിടക്കുകയല്ല, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന കൊടിയ മന്ത്രവാദിയായിരുന്നു. അന്ന് കൊണ്ടുപോയി ബുക്കെല്ലാം കത്തിച്ചു കളഞ്ഞു. പൗലോസപ്പച്ചന്റെ കാലഘട്ടത്തിൽ അത് നടന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങൾ സമർപ്പിക്കാത്തത് കൊണ്ട് പലതും നടക്കാത്തത്. നമ്മൾ അതിരും വരമ്പും വെച്ചിരിക്കുകയാ. എന്നാ പരിജ്ഞാനം വേണം, സുബോധവും വേണം, വിവേകവും വേണം. പക്ഷേ നമ്മൾ അതിരുമാറ്റി വിവേകത്തോടെ യേശുവിനെ ഒന്ന് ഉയർത്താമോ, യേശുവിനെ ഒന്ന് ഉയർത്താമോ, യേശുവിനെ ഒന്ന് ഉയർത്താമോ? ഇവിടെ സമരത്തിൽ ഇരിക്കണ്ട, യേശുവിനെ ഉയർത്തിക്കോ, ദൈവം വിടുവിച്ചോളൂ. പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്റെ ചില കെട്ടുകൾ സുവിശേഷത്തിൽ മന്ദത പിടിപ്പിച്ച്, സുവിശേഷത്തിൽ മന്ദത പിടിപ്പിച്ച്, സുവിശേഷത്തിൽ മന്ദത പിടിപ്പിച്ച്, സുവിശേഷത്തിൽ മന്ദത പിടിപ്പിച്ച്, സുവിശേഷത്തിൽ ഭയം വരുത്തി, സുവിശേഷത്തിൽ ഭയം വരുത്തി അതിരും വരമ്പും പൂട്ടി കെട്ടിയിരിക്കുന്ന ചില കെട്ടുകളും ബാധകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ശന്തുരാജകച്ചസ്യ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് എനിക്ക് ദൂത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മരിക്കുന്ന സമയത്ത് 2 പേര് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ രക്ഷിക്കപ്പെടുമെന്ന്. അതുവരെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും, 1 മണിക്കൂർ പോലും വെച്ചോണ്ടിരിക്കരുത്. അവിടെ ഇവിടെയും കിടക്കുന്നവരെല്ലാം വന്ന് കള്ളം പറയാൻ ഇടയാക്കരുത്, പെട്ടെന്ന് അടക്കിയേക്കണം. ഹല്ലേലൂയ. ഒരു പരിചയം ഇല്ലാത്തൊരു പെന്തിക്കോസുകാരൊക്കെ തന്നെ അത് പറയാം. പെന്തിക്കോസുകാർ കള്ളം പറയുന്ന 2 സ്ഥലം: 1 ശവസംസ്കാര ശുശ്രൂഷ, 2 ഉപദേശിമാരുടെ സ്ഥലമാറ്റത്തില്. ഉപദേശിമാർക്ക് പാര വെച്ചേച്ചാ വന്നിരുന്നു, മെമ്മോറുണ്ട് എഴുതി കൊടുത്തേച്ചാ. കല്ലുമല കുഞ്ഞുവന്റെ സഭയൊക്കെ എനിക്കറിയാം. ശുഡമനഹത്തുരി. ഞാൻ പിച്ച വെക്കാൻ തുടങ്ങിയ കാലത്ത് കല്ലുമല കുഞ്ഞാന്റെ സ്റ്റേജിൽ, അദ്ദേഹത്തിന്റെ പ്രസംഗ സ്റ്റേജിൽ, അനേക സ്റ്റേജുകളിൽ സാക്ഷ്യം പറയാൻ ആ ഭക്തൻ എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ശുഡമനഹത്തുരി. ഇന്നലെ പെയ്ത മഴയത്ത് കളിച്ച തവര കിടന്ന് ചാടുന്നെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ എനിക്ക് പറയാനുണ്ട്, ഇന്ന് വരെ മണ്ണിന്റെ അടിയിലായിരുന്നു, ഇന്നിതാ പൊങ്ങി വന്നു. എങ്ങനെ ചാടാതിരിക്കും പാസ്റ്റേ? ശുഡമനഹത്തുരി ജഗച്ചസി. ഇവിടെ ഇരിക്കുന്ന ചിലര് പറയാ, വന്നിരിക്ക കൊല്ലക്കുടി സൂചി വിൽക്കാൻ. ശുഡകരഗച്ചസി. അല്ലാത്തടത്ത് വിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ കൊല്ലക്കുടി വന്നത്. മേടിക്കുന്ന മനസ്സുള്ളവര് 10 പൈസേ ഉള്ളൂ. ഞാൻ എന്റെ മക്കളോട് പറയും, മോനെ സ്തോത്രം, നിങ്ങൾ കരഞ്ഞില്ലേലും എന്റെ തലയ്ക്ക് വന്ന് 2 എണ്ണമെങ്കിലും കരഞ്ഞു പോകും. ഒന്നുമില്ല, 2 അവളെങ്കിലും കറി. യേശുവിനെ ചുമക്കാൻ ഒരു കഴുതെ ഉപയോഗിച്ചില്ലേ, അതുപോലെ എന്നെയും കൊണ്ട് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അവളും അവളുടെ അമ്മയും ചുമന്നുകൊണ്ട് അവരുടെ വാഹനവും അവരുടെ സമയവും ഒക്കെ വിട്ടു തന്നു. ആ കഴുതയ്ക്കല്ല പ്രശംസ,
കഴുതേ സ്തോത്രം, കഴുത ചുമന്ന യേശുവിന് ചുടരകതുരിജഗസ്യ യേശുവിന്റെ നാമത്തിൽ ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. രക്തം ജയം ഇത് സംബന്ധിച്ച് ദേശമേ ഘോഷിച്ചുല്ലസിക്ക്, ആരാധിക്ക്, നിന്റെ ഭവനത്തിലിരുന്ന് വിളിക്ക്. എന്റെ യേശുവിന് ജാതി വിഷയമല്ല, എന്റെ യേശുവിന് കുലം വിഷയമല്ല, എന്റെ യേശുവിന് നിന്റെ സ്ഥലം വിഷയമല്ല. അവിടെ ഇരുന്നോണ്ടൊന്ന് പറ, യേശുവേ എന്നെ ഒന്ന് രക്ഷിക്ക. ഞാൻ ഭാവിയാ, എന്റെ വീടിന് രക്ഷത, എന്റെ മക്കളൊന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ, എന്റെ ഭർത്താവ് ഒന്ന് വിടുവിക്കപ്പെടട്ടെ. ഞാൻ ഒത്തിരി കരയുന്നപ്പാ, ഞാൻ ഒത്തിരി നിലവിളിക്കുന്നപ്പാ, വിടുതൽ കിട്ടാത്ത ചില വിഷയങ്ങളുണ്ടപ്പാ. ഇന്ന് രാത്രി എന്നെ കടന്നു പോകല്ലേ. അപ്പോൾ നിനക്ക് അടുത്ത ദിവസം പറയാൻ കഴിയും, ഇത് സംബന്ധിച്ച് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. പെട്ടെന്ന് വരാ. സ്തോത്രം. ദേശമേ ഘോഷിച്ചുല്ലസിക്ക, നിന്റെ ശൂന്യമായ ചക്ക്. മക്കളെ ആ വാക്യം ഒന്ന് വായിച്ചൊന്ന് തീർത്തി, പെട്ടെന്നൊന്ന് തീർത്തി. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് എന്ത് ചെയ്യാ? സന്തോഷിക്കാം. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇനി നീ സ്തോത്രം ചെയ്ത് സ്വീകരിച്ചാ മതി. സ്തോത്രം. റോമാലേഖനം എടുത്തവർ അതുകൂടെ ഒന്ന് വെച്ച് ആ വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു എന്ന് പറഞ്ഞാൽ അടുത്ത മോളെ ഇത് മറിക്കരുത്. പ്രൈസ് ആ വാക്യം കൂടെ ഒന്ന് വായിച്ച്. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അടുത്തത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. അടുത്തത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന. കണ്ടോ, നമുക്കെല്ലാവർക്കും വേണ്ടി. ഒരു സഭയല്ല, ഒരു സംഘടനയല്ല, ഒരു ജാതിയല്ല, ഒരു കുലമല്ല, സകല മാനവജാതിക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഓ എന്നതാ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്? സ്തോത്രം. എനിക്ക് ഒത്തിരി അതിനോട് ചേർന്ന് എന്റെ അനുഭവങ്ങൾ കൂടെ വേഗത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞ് എന്റെ കർത്താവിനെ ഒന്നുകൂടെ ഒന്ന് ഉയർത്തിയിട്ട് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമയം തീർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെടുവാൻ കാരണം മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിമിന്റെ ഖുർആനൊക്കെ പഠിച്ച് സ്വർഗത്തിൽ പോകാനുള്ളത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ക്രിസ്ത്യാനി കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവളെ മുസ്ലിം ആക്കാൻ ശ്രമിച്ചതാണ്. മുസ്ലിമായി എനിക്ക് ക്രിസ്ത്യാനിയാകാൻ, ക്രിസ്ത്യാനി എന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ബന്ധക്കോസുകാരിയാകാൻ പറ്റിയത്. അമ്മ തനി ബന്ധക്കോസുകാരിയാ. ഇതിനകത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റും ഇല്ല, ഒറിജിനലാ. മായം ഒന്നും ചേർത്തിട്ടില്ല, ഒരു മായവും ഇല്ല. ഉണ്ടോ? എന്നെ കണ്ടിട്ട് തോന്നി. കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ ഒരു ശുശ്രൂഷ കഴിഞ്ഞോട്ട് ഇറങ്ങിയപ്പം പാസ്റ്ററിന്റെ പെങ്ങൾ വന്നിട്ട് എന്നോട് പറയാ, അയ്യോ അമ്മാമ്മയെ കണ്ടിട്ട് തോന്നുന്നേ ഇല്ല. ഞാൻ പറയാ, തോന്നാനാണോ ഞാൻ വന്നത്? നിനക്ക് തോന്നുന്ന കോലും കൊണ്ട് എന്നെ അളക്കരുത്. ഞാൻ യേശുവിന്റെ മകളാ. പന്നപ്പിശാചിന് തോന്നലുണ്ട്. തോന്നല് പിള്ളേർ പേടിച്ചു പോയി. സ്വത്രം തോന്നല്, ഒരു തോന്നലും ഇല്ലെന്ന്. പിന്നെ രണ്ടാമത് ബന്ധു ഇതൊക്കെ ഞാൻ കേറി വരിക, സാക്ഷ്യം പറഞ്ഞ് നിർത്താന്ന് വിചാരിക്കും, പറയാതിരിക്കാനും പറ്റത്തില്ല. രണ്ടാമതൊരു കൂട്ടർ ചോദിക്കുക, അമ്മാമ്മേ പണ്ടത്തെ ബിരിയാണി ഒന്ന് ഉണ്ടാക്കാമോ? പിന്നെ അവർക്ക് തന്നെ പണ്ടത്തെ ബിരിയാണി, അത് യൂട്യൂബിൽ കിടപ്പുണ്ട പ്രസംഗം. പണ്ടത്തെ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ ഇവരെ വിളിച്ചു, വരണേ. ഇവര് വരാൻ തീരുമാനിച്ചു. ചിക്കൻ ആണോ മട്ടൺ ആണോ എന്നെ വേണ്ടേ? അപ്പൊ നിങ്ങൾ പണ്ട് മട്ടൺ അല്ലേ കൂടുതലും? മട്ടൺ വാങ്ങിച്ചു, സ്തോത്രം ചെയ്തു, ഉപ്പിട്ടു, വിനാഗിരി ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, തേച്ച് കഴുകി, നല്ലതായിട്ട് കൊണ്ട് കഴുകി, സ്വത്രം 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 പറഞ്ഞ് കഴുകി കിട്ടപാത്രത്തിലോട്ട് വാരി വെച്ചു. വേണ്ട എല്ലാം കഷ്ണിച്ചു, എണ്ണയ്ക്കകത്തോട്ടിട്ടു. സ്വത്രം 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 വഴറ്റി. ഈ പുള്ളിക്കാരനെ അങ്ങോട്ടിട്ട് വഴറ്റി. സ്വത്രം 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 ചേർക്കേണ്ട മസാലയെല്ലാം ചേർത്തു.
ശുഡമനഗച്ഛസിയ. ആ കുക്കറിനകത്തോട്ട് ശീ വെക്കുന്ന പരിപാടി എനിക്കില്ല. സഹിഷ്ണുതയോടെ കിടന്ന് വേഗണം, പരിജ്ഞാനത്തോടെ വേഗണം, സുബോധത്തോടെ വേഗണം. ശുഡമനഗച്ഛസി നന്നായിട്ട് വേവിക്കാനിട്ടു, വെന്തു. സ്തോത്രം. അരിയും കൊണ്ടുവന്നു, എല്ലാം ഒരു പരുവത്തിലാക്കി വേവിച്ചു. സ്തോത്രം. ബിരിയാണിയാക്കി. അതിന്റെ സൈഡ് പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്നു, മേശപ്പുറത്തോട്ട് എടുത്തു വെച്ചു. ഇവരെ വിളിച്ചു, പണ്ടത്തെ ബിരിയാണി തിന്നാൻ വരാൻ പറഞ്ഞു. ഇവര് കയ്യും കഴിയും വെന്തിരിക്കുക. എന്തോ തിന്നാനാ? പണ്ടത്തെ ബിരിയാണി തിന്നാൻ. സ്തോത്രം. ഇവരെല്ലാം വന്നപ്പം ഒരു സ്തോത്രം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് മൂടി അങ്ങോട്ട് ഇളക്കിയപ്പോ സ്തോത്രത്തിന്റെ മണം, ഒറിജിനൽ ബെന്തക്കോസിന്റെ മണം. എന്നാ നിങ്ങൾ സ്തോത്രം ചെയ്യാതിരിക്കുന്നേ? പണ്ടത്തെ എന്റെ അപ്പന് ബിരിയാണി കച്ചവടമല്ലായിരുന്നു. ഞാൻ 15-ാമത്തെ വയസ്സിൽ വീട് വിട്ടതാ. 44-ാമത്തെ വയസ്സ്, അതെ വർഷമായി. 58 വയസ്സ് കഴിഞ്ഞു. പണ്ടത്തെ ബിരിയാണിക്ക് വന്നേക്കുന്നു. എങ്ങനെ പണ്ടത്തെ ബിരിയാണി? അവിടുത്തെ വല്യമ്മ തന്ന് തീറ്റിച്ചിട്ട വരുവേ എനിക്കറിയത്തുള്ളൂ. ഞാൻ പഠിച്ചത് മുഴുവനും പെന്തക്കോസിന്റെ ബിരിയാണിയാ. പെന്തക്കോസിന്റെ ചമ്മന്തി അരയ്ക്കാൻ എനിക്കറിയത്തുള്ളൂ. പെന്തക്കോസിന്റെ ഉണക്കമീൻ കറി വെക്കാനേ അറിയത്തുള്ളൂ. എനിക്കറിയാം ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ലെന്ന്. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന പരിപാടിയാ, കേട്ടോട്ടെ. ഞാൻ ഒറിജിനലാ, ഡ്യൂപ്ലിക്കേറ്റ്. പണ്ടത്തേതും കൊണ്ട് ഇവിടെ വരണോ? പണ്ടത്തേതും കൊണ്ട് വന്നാൽ നിങ്ങൾ ഇവിടെ ഇരുത്തുവോ? ഇവിടെ നിർത്തുവോ? വന്നിരിക്കുക ബന്ധനം കൊണ്ടെന്ന് പറഞ്ഞേനെ. എന്റെ ഒന്നാമത് പറഞ്ഞേനെ, എന്റെ കൂടെ നടക്കുന്ന പുള്ളിക്കാരത്തി. പണ്ടത്തേതും കൊണ്ട് ശകലം പോലും വെച്ചിട്ടില്ല. പാസ്റ്റേ 9 മണി വരെ എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയത്തില്ല. എനിക്ക് കാട്ടാനയുടെ നാട്ടിൽ കൂടെ പോണ്ടത്. നാളെ എന്നെ നിങ്ങൾ വിളിക്കത്തില്ല. ഇന്നത്തെ ഇച്ചിരിയും കൂടെ എടുക്കാം. പണ്ടത്തെ ബിരിയാണിക്ക് വന്നേക്കുക. സ്തോത്രം. എന്നാ മണമാന്നോ എന്റെ കുഞ്ഞേസോ ഈ ബിരിയാണി. പെന്തക്കോസിന്റെ ബിരിയാണി, പെന്തക്കോസിന്റെ കറി. ഈ പിള്ള കൊച്ചു സ്കൂള് അതെ കോളേജിൽ നിന്ന് വരുമ്പോ പറയാം, ആന്റിയുടെ അടുത്ത് പോയി ഒന്ന് കഴിക്കണം. പെന്തക്കോസിന്റെ അല്ലേ? അപ്പൊ അവൾക്ക് നല്ലതാണ്. നല്ലതല്ലെങ്കിൽ പോലും പെന്തക്കോസിന്റെ അല്ലേ? എന്റെ അടുത്ത് നിങ്ങളുടെ ഉടായിപ്പൊന്നും വേണ്ട. ഉടായിപ്പൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട കേട്ടോ. അതൊക്കെ അവിടെ ഇട്ടേച്ച് വന്നേച്ചാ മതി. തട്ടിപ്പൊന്നും ഇങ്ങോട്ട് വേണ്ട. കോലും കൊണ്ട് വന്നിരിക്കുക അളക്കാൻ. പണ്ടത്തേത് വിട്ടില്ലെന്ന് പാനപിശാചേ, പണ്ടത്തേത് വിട്ടില്ലേ നീ എന്തിന് ബെന്തക്കോസി വന്നു? പണ്ടത്തേത് വിട്ടില്ലേ നീ എന്തിന് കൊരവ കുറയ്ക്കുന്നു? കുറുന്തോട്ടിക്ക് വാദം പിടിച്ച പോലെ ഇരിക്കുക. നീ വേഷം കെട്ടിയ കോരച്ചോണം. കുറുന്തോട്ടിക്ക് വാദം പിടിച്ച സൗഖ്യമാക്കാൻ മരുന്നില്ല. പണ്ടത്തേതും പറഞ്ഞുകൊണ്ടിരിക്കുക അളവുകോലും കൊണ്ട്. ഇത് സംബന്ധിച്ച് നാം എന്താ? പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി പുത്രനെ വിട്ടു തന്നെങ്കിൽ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? ബൈബിൾ പഠനമെന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ച ഞാൻ രക്ഷിക്കപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വായിച്ച മാനസാന്തരപ്പെട്ടത്. ഒരത്ഭുതവും കണ്ടില്ല, ഒരു രോഗസൗഖ്യം പ്രാപിച്ചില്ല, ഒരു കടഭാരവും അറിഞ്ഞുകൂടാ, ഒരു വിഷയമില്ല. 5 എണ്ണത്തിന് അതെ 5 ആങ്ങളമാരും ഒരു അനിയത്തിയും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെലവ് കഴിയാൻ മാർഗമുണ്ട്. എനിക്കും ഉണ്ടെന്നേ. ഞാൻ പറയും ശോശാമേ, അതെ ശോശാമേ എന്ന് വിളിക്കുന്നതിൽ സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് വിളിക്കുക. ഇനി സിട്ടറയെന്നൊന്നും വിളിച്ചില്ലെന്നൊന്നും പറയരുത്. എനിക്ക് ഈ സിട്ടറൊന്നും ഇഷ്ടമല്ല. നമ്മുടെ ഒരു സിട്ടർ യേശുവിന്റെ നാമത്തിൽ എന്തിനാ വിട്ടത്? എന്റെ അപ്പനോട് ചോദിച്ചു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം 2 കാര്യത്തിന് പഞ്ഞമില്ലായിരുന്നു. ഇറച്ചിക്കും പഞ്ഞമില്ല, ചോറിനും പഞ്ഞമില്ല. അത് കണ്ടാൽ തന്നെ അറിയാന്നാ ഇപ്പൊ പറയുന്നേ. ഇറച്ചിക്ക് പഞ്ഞമില്ല, ചോറിനും പഞ്ഞമില്ല. കൊയ്ത്തുണ്ട് ഇഷ്ടം പോലെ. അമ്മ വീട് കൊയ്ത്തുകാര്. പിന്നെ ആടിനെയും മാടിനെയും ഇഷ്ടം പോലെ വെട്ടും. സ്തോത്രം. സൂപ്പൊക്കെ വലിയ കലത്തിനകത്തായിട്ട് തരുന്നേ. സ്തോത്രം. അതുകൊണ്ട് ഇറച്ചിക്കും ചോറിനും. അപ്പൊ പെന്തക്കോസി ചേരണം, ഇറച്ചി തിന്നണം. ഇതിനല്ല വന്നത്, ഇതിനല്ല വന്നേ.
ഇതിനല്ല വന്നേ, ഇത് ചുമക്കാൻ വിളിച്ചതാ, ഇത് ചുമക്കാൻ വിളിച്ചതാ. ഇത് സ്തോത്രം. ഇന്ന് എന്നോട് പറഞ്ഞു, നീ എന്നെ ചുമന്നാ ഞാൻ നിന്നെ ചുമന്നോളാന്ന്. ഓ റീഗ രഹസി, ഇന്ന് നീ എന്നെ ചുമന്നാ ഞാൻ നാളെ നിന്നെ ചുമന്നോളാ. ഓ റീഷഭഗരഹസി, കർത്താവിന്റെ അഭിഷക്തനെ ഷുഡരഗസി, അയവൊന്നും വരുത്തണ്ട. ആള് കുറഞ്ഞു പോയെന്ന് വിചാരിച്ച് അയവ് വരുത്തണ്ട. ഷുഡരഹസി, വിളിച്ച വിളി അനുസരിച്ച് ഒരു ശിഷ്യന്റെ ഹൃദയവും ശിഷ്യന്റെ നാവും തന്നിരിക്കുക. ഇനി ശിഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ രണ്ട് വിധത്തിലുള്ള ശിഷ്യന്മാരുണ്ട്. ഒരു കൂട്ടര് ഞാനോ നീയോ വലുത്, അങ്ങനെയുള്ള അല്ല, ചേർത്തു പിടിക്കുന്ന ശിഷ്യന്മാർ, ചേർത്തു പിടിക്കുന്ന. പൗലോസും മർക്കോസും തമ്മിൽ പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാ ബർന്നബാസിനെ ചിലർ വിട്ടുകളഞ്ഞു. ഉടരകക്ഷസി, മാർക്കോസ് കുറെ കഴിഞ്ഞപ്പോ പോയി. പക്ഷെ പത്രോസോ ചിലരെ ചേർത്തു പിടിച്ചു. പരിശുദ്ധാത്മ പറയാ, ചിലരെ ചേർത്തു പിടിച്ചോ, പിന്നത്തേതിൽ അവരിൽ കൂടി ചില ലേഖനങ്ങൾ പുറത്തു വരും. കൈത്താങ് കൊടുത്തോ, അതിരും വരമ്പും അതേ റിഗനഗസി നോക്കി നിന്ന് അടകരഗസി കളയണ്ട. ഈ ദിവസങ്ങളിൽ നീ എന്റെ പിന്നാലെ വന്നോ, ഞാൻ നിന്നെ നടത്തിക്കോളാം. പക്ഷെ അയവ് വരുത്തണ്ട, ഉപദേശത്തിന് എന്തോ വരുത്തണ്ട. ദേശത്തോട് ഒത്തിരി ദൂത് പറയാൻ കൊണ്ട് സഭയോട് പറയുകയാ, സഭേ ഒരുക്കപ്പെടാമോ, ഒന്ന് ഇണങ്ങാമോ, ഒരുമിക്കാമോ, ഐക്യമത്യത്തിൽ വരാമോ? ഉടമനഹസി, ഓടുന്നവനെ, ബന്ധപ്പെടുന്നവനെ, അധ്വാനിക്കുന്നവനെ കണ്ട് പിറുപിറുക്കരുത്, മുൻവിധിയോടെ തള്ളിക്കളയരുത്, ചേർത്ത് പിടിക്ക. ചിലത് വരുമെന്ന് നമ്മുടെ സംരക്ഷണം കണ്ട്, നമ്മുടെ കൈത്താങ്ങൽ കൊണ്ട്, നമ്മുടെ ചിരി, നമ്മുടെ ഇടപാട്, നമ്മുടെ സഹകരണം, വിശപ്പ് മാറ്റാനുള്ള മനസ്സ്. ഓ റീഗ രഗക്ഷസി, പദവിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് സുവിശേഷത്തിലേക്കൊന്ന് വാ. ഞാൻ അത്രയും പറഞ്ഞങ്ങ് നിർത്തുകയാ. രണ്ടാമതേ, എനിക്ക് എന്റെ വായിൽ അഭിഷേകത്തിന്റെ ദൂതിങ്ങനെ നിൽക്കുകയാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തലമുറയില്ലാത്തവരുടെ ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ. ചില താമര വാതിലുകൾ അറുത്തു മാറ്റട്ടെ. നിന്റെ അകത്ത് നിന്റെ മക്കളെ അതേ സ്തോത്രം അനുഗ്രഹിക്കട്ടെ, ഓടാമ്പല് കൊണ്ട് ഉറപ്പിക്കട്ടെ. ഉടമനഹത്തുരാജകക്ഷസിയ, അറ്റരികത്തു നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ നിന്റെ സന്തതി ആകട്ടെ. അവർ ചെയ്യുന്നതെല്ലാം സാധിക്കട്ടെ. അഭിഷക്ത കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, അതേ സ്വർഗത്തിലെ ദൈവത്തിന്റെ കടാക്ഷം ഇന്ന് രാത്രി ഇവിടെ വന്ന ഒരൊറ്റ കുഞ്ഞിനെ പോലും തൊടാതെ പോകത്തില്ല, തൊടാതെ പോകത്തില്ല. പരിശുദ്ധമ തൊടാതെ പോകത്തില്ല, തൊടാതെ പോകത്തില്ല, തൊടാതെ പോകത്തില്ല. പരിശുദ്ധമ ചിലതിനെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ശുശ്രൂഷയുടെ മുഖച്ഛായ മാറ്റുന്നു, ശുശ്രൂഷയുടെ സ്ഥിതി മാറ്റുന്നു. ശുശ്രൂഷയ്ക്ക് ദൈവദാസന്മാർക്ക് അതിരിട്ട് നിർത്തിയിരിക്കുന്ന മൂരാച്ചി കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. സഭയ്ക്കിട്ടിരിക്കുന്ന മൂരാച്ചി, ദൈവദാസന്മാരുടെ ശുശ്രൂഷക്കിട്ടിരിക്കുന്ന മൂരാച്ചി ഉടബലഹന്തരാജകക്ഷസി ഒന്ന് മാറിപ്പോകട്ടെ. ചില അഭിഷക്തന്മാരുടെ ഹൃദയം തകർന്നിരിക്കുകയാ. അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ ഞാൻ ഒരു വാക്യം അതെ പറഞ്ഞങ്ങു പോകുകയാ. ചില ദൈവദാസന്മാരുടെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു, തകർന്നിരിക്കുന്നു, മനസ്സ് വേദനിച്ചിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി സഭാപ്രസംഗി 12:11 പറയുന്നു, ഉടമനഹത്തുരാജകക്ഷസി, ജ്ഞാനികളുടെ വാക്ക് മുടിങ്കോൽ പോലെയും അതേ സ്തോത്രം അധ്യക്ഷന്മാരുടെ വാക്ക് തറച്ചിരിക്കുന്ന ആണി പോലെയും ഇടയന്മാരുടെ പരിപാലനം ഈ ജനത്തിനുണ്ടാകട്ടെ. തകർന്ന മനസ്സുകൊണ്ട്, വേദനിച്ച ഹൃദയം കൊണ്ട് ദൈവദാസൻ ദുഃഖിച്ച് നിന്റെ വീട്ടിൽ പ്രാർത്ഥിച്ചാൽ അത് ശാപത്തിന്റെ ആണിയടിച്ചേച്ചു പോകുകയാ. അഭിഷേകമുള്ള അഭിഷക്തന്മാർ ശപിക്കത്തില്ല, അവര് പ്രാഗത്തുമില്ല, അവര് മത്സരിച്ച് പ്രാർത്ഥിക്കത്തുമില്ല.
ഉടമനഗച്ഛസി. എന്നാൽ ചില ദൈവദാസന്മാരെ വേദനിപ്പിക്കുന്നവർ ഇതിന്റെ നടുവിൽ ഉണ്ടെന്ന് ആത്മാവിന് രാത്രി ദൂത് പറയുകയാ. വായിച്ച മക്കളെ, കണ്ടോടാ വാക്യം? റീക മനഗച്ഛസി. പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ചേ, തീ പോലെ വായിക്കേ. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ അറിയാം, ഞാനത് വിവരിക്കുന്നില്ല. ആ മുടിങ്കോൽ പോലെ അത് തറച്ചാൽ അത് ഊരണമെങ്കിൽ തറച്ചവൻ വരണം. നീ ആരെങ്കിലും വിളിച്ച് അതേ കൈവച്ച് കുലുക്കിയാൽ മറത്തില്ല. ലിസ്റ്റിൽപ്പെട്ട പ്രവാചകന്മാരെ വരുത്തി അവര് കുലുക്കി പരസിച്ച തുപ്പലേറിക്കത്തേ ഉള്ളൂ. മുടിങ്കോൽ അവിടെ ഇരിക്കും. എന്താ ഞാൻ പറയുന്നത് ശരിയാണോ അഭിഷക്തനെ? അഭിഷക്തന്മാരെ വേദനിപ്പിക്കരുത്. സൗന്ദര്യം കുറവായിരിക്കാം, ശുശ്രൂഷ കുറവായിരിക്കാം, ഒഴുക്ക് കുറവായിരിക്കാം, പക്ഷെ അവർ ഈ പുസ്തകം ചുമന്നു. നിന്റെ വീട്ടിൽ വന്നത് നിന്റെ യോഗ്യത കൊണ്ടല്ല, ഈ പുസ്തകം ചുമന്നതിന്റെ മാന്യത കൊടുക്കവർക്ക്. ഞാൻ കുറിച്ചോണ്ട് വന്നത് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെയാ എന്റെ ശുശ്രൂഷ. ഇതൊന്ന് പറഞ്ഞേച്ചു പോകാനാ എന്നെ വിളിച്ചത്. ഷുഡകരഗച്ഛസി. അവർക്ക് കഴിവില്ലല്ലേ, പ്രസംഗിക്കാൻ കഴിവില്ല. നീ പ്രസംഗിക്ക. ഷുഡരഗതുരി ജഗച്ഛസി റീമാനാഹതുര. തറച്ചിരിക്കുന്ന ആണി പോലെ. ഞാൻ 2 വാക്കൂടെ അങ്ങ് പറഞ്ഞു നിർത്താം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എന്ന് സഭയ്ക്കകത്ത് ശമ്പളമാക്കിയോ, എന്ന് കമ്മിറ്റി സഭയെ ഭരിക്കാൻ തുടങ്ങിയോ, അന്നു മുതൽ സഭ തകരാൻ തുടങ്ങി. നിങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ദൈവം തന്ന ദൂത് പറഞ്ഞേച്ചു പോകുകയാ. കമ്മിറ്റി ഭരിക്കുന്ന സഭ വളരത്തില്ല, പരിശുദ്ധാത്മ ഭരിക്കുന്ന സഭ വളരും. കമ്മിറ്റി ഭരിക്കുന്ന സഭ പിളരും, പരിശുദ്ധാത്മ ഭരിക്കുന്ന സഭ വളരും. ശമ്പളം വെച്ചാലേ ശമ്പളത്തിന് ഇപ്പം ആത്മാക്കൾ വന്നാലും വന്നില്ലേലും എന്ത് ചെയ്യും? നമ്മളും ഒക്കെ സഭാചാർജുള്ളവരല്ലേ. സ്വത്രം പണ്ടൊന്നിനെ കണ്ടില്ലെങ്കിൽ ഓടും. വിവരം അറിഞ്ഞേച്ചേ വന്ന് എന്ത് ചെയ്യത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെ ചോദിച്ചു നോക്ക്. ഒരെണ്ണത്തിനെ കണ്ടില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചു പോകും. എന്തിനാ ആന്റി പോയെന്നൊക്കെ ചോദിക്കും. സ്തോത്രം. വളത്തമ്മയ്ക്ക് വേദനയില്ല, പെറ്റമ്മയ്ക്ക് വേദനയുള്ളൂ. സ്തോത്രം. പെറ്റമ്മ പറഞ്ഞു കൊല്ലണ്ട, അവക്കും വേണ്ട. ഇനി വളത്തമ്മ പറഞ്ഞു ഓ കൊന്നേരെ. സ്തോത്രം. എനിക്കും വേണ്ട. ആ ഞാനീ പറഞ്ഞു സ്തോത്രം, എന്നാ അങ്ങ് കൊന്നേക്കാൻ. പെറ്റമ്മ പറഞ്ഞു വേണ്ട വേണ്ട, അവിടെ കിടന്നോട്ടെ, ഞാൻ വല്ലപ്പോഴും പോയി എന്ത് ചെയ്തോളാ. അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് ഒരു ഉപവാസപ്രാർത്ഥന വെച്ച് അതിലെ പോകുമ്പോ ഞാനൊന്ന് എത്തി നോക്കി. അതൊന്നും അവിടെ എഴുതിയിട്ടില്ലെങ്കിലും പെറ്റമ്മയ്ക്ക് അതിന്റെ വേദനയുണ്ട്. പെറ്റമ്മ വേദനിപ്പിക്കരുത്, പെറ്റമ്മ വേദനിപ്പിക്കരുത്. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിന്റെ അമ്മയപ്പനെ നീ അനുസരിക്ക. സ്തോത്രം. നിർത്താം. രാത്രി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ സ്തോത്രം തറച്ചിരിക്കുന്ന സ്തോത്രം. എന്നിട്ട് വരുത്തിയിരിക്കുക. ഇനിയിപ്പോ എല്ലായിടവും കഴിഞ്ഞ് ഇനിയിപ്പോ എവിടെ പോവാ? റംല തോമസിന്റെ അടുക്കല്. സ്തോത്രം. പുള്ളിക്കാരത്തി വന്ന് ഈ ആണി ഊരണം. പുള്ളിക്കാരത്തി വന്ന് നോക്കുമ്പോ ആണി ഒന്നുകൂടെ താഴോട്ട് താഴുകയല്ലാതെ ആണി എന്നോട് പറയും തറച്ചവൻ വന്ന് ഊരട്ടെ, അവനെ വിളിച്ചോണ്ട് വരാൻ. അമ്മച്ചി ഞാൻ പറയാ, തറച്ചവനെ വിളിച്ച് ഒരു ഉപവാസപ്രാർത്ഥന നടത്തിക്കേന്ന് പറഞ്ഞാൽ നടത്തൂ? പൊങ്ങച്ചവ, ഈഗോയാ, അവനെ കൊള്ളത്തില്ല. ആ കൊള്ളത്തില്ലാത്തവൻ മതി നിന്റെ തലമുറ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടാൻ. ഓ ഇത് കൺവെൻഷൻ അല്ലേ? സ്തോത്രം. വാസപ്രാർത്ഥനയല്ല, പക്ഷെ ദൂതിങ്ങനെ വരികയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർത്തട്ടെ. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പറയാം, 15-ാമത്തെ വയസ്സിൽ ബൈബിൾ പഠനമെന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ക്രിസ്ത്യാനി കൂട്ടുകാരിയെ മുസ്ലിമാക്കാൻ ശ്രമിച്ചു. വളരെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടായി. പക്ഷേ അവൾ രക്ഷിക്കപ്പെട്ടില്ല. അതേ സ്തോത്രം, സ്തോത്രം. കൊക്കിന്റെയും പെരിഞ്ഞാറയുടെയും കാലമൊക്കെ കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. എന്റെ ജനമോ രക്ഷിക്കപ്പെട്ടില്ല. കൃപയാൽ ഈ സാധുവിന് ഈ പുസ്തകം ചുമക്കാൻ ദൈവം ഭാഗ്യം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അനേക ഇടങ്ങളിൽ, ജാതികളുടെ നടുവിൽ, ഭാഷക്കാരുടെ നടുവിൽ കൃപയാൽ കർത്താവ് അയച്ചു. എന്റെ അപ്പൻ ചോദിച്ചു, നിന്നെ ആര് കെട്ടും? നസ്രായന്റെ കൂടെ വന്നു. അടുത്തെന്നോട് ചോദിച്ചു, അതേ സ്തോത്രം, എന്നെ 3-ാമത്തെ പ്രാവശ്യം കൊല്ലാൻ വേണ്ടി കഴുത്തിന് കത്തി വലിച്ചൂരി ഇങ്ങനെ കുത്താ ശ്രമിക്കുകയും കൈ തളർന്ന് കത്തി തെറിച്ചുപോയി. എന്റെ അപ്പം മരിക്കുന്നത് വരെ കൈ ചലിച്ചില്ല.
സ്തോത്രം. കണ്ട ആൾക്കാർ ഇന്നും ചെങ്ങന്നൂരും മുളക്കുഴയിലുണ്ട്. സ്തോത്രം. പ്രൈസലോ. ചുരുക്കി പറയാം കേട്ടോ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതേ സ്തോത്രം. സ്നാനപ്പെടാൻ പരിശുദ്ധാത്മ പറഞ്ഞു. സ്നാനം എന്താണെന്ന് അറിയത്തില്ല. കോട്ടയത്ത് വടവാതൂര് ഞാൻ ഒളിവിൽ താമസിക്കുമ്പോൾ ജൂൺ 23 82 ജൂൺ 23 ദൈവാത്മാവിനോട് സംസാരിച്ചു. വെള്ളത്തിനാൽ സ്നാനമേൽക്കാതെയും പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയാതെയും നീ എന്റെ സന്നിധി നിൽക്കയില്ല. പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയത്തില്ല, വെള്ളത്തിന്റെ അഗ്നി എന്താണെന്നൊന്നും അറിയത്തില്ല. ഏൽപ്പിച്ചു കൊടുത്തു. കോട്ടയത്തുള്ള PM ഫിലിപ്പച്ചന്റെ കൈക്കീഴിൽ വടവാതൂർ ശാലയും ബൈബിൾ കോളേജിനകത്ത് സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. PM ഫിലിപ്പച്ചൻ എന്നെ സ്നാനപ്പെടുത്തി. TG ഉമ്മച്ചൻ അപ്പച്ചനാണ്. പത്തനാപുരംകാരൻ, നിങ്ങൾക്കൊക്കെ ചിലർക്കറിയാമല്ലോ, പഴയ ആൾക്കാർക്ക്. TG ഉമ്മച്ചൻ അപ്പച്ചനാണ് അന്ന് സ്നാനത്തിന് ക്ലാസ് എടുത്തത്. എടുത്തിട്ട് ആത്മാവ് വരുമ്പോൾ ഒരു എഴുന്നേൽക്കലുണ്ട്. പ്രൈസലോ. അതിനകത്ത് ഏത് കുലുങ്ങാത്തവനും കുലുങ്ങും. സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ട് ടാങ്കിന്റെ കരയിൽ കയറി നിൽക്കുമ്പോൾ ദൈവശബ്ദം, നാളെ 3 മണിക്ക് നിന്റെതിരെ വാൾ ഉയരും. എങ്കിലും വാളിന്റെ വെട്ടിൽ നിന്ന് വിടിവിക്കപ്പെട്ട ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവിടുന്ന് പ്രതികൂലങ്ങളായി പോരാട്ടങ്ങളായി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ദൈവകൃപയാൽ പറയട്ടെ, എങ്ങോട്ട് പോണോന്ന് അറിയത്തില്ല. അപ്പന്റെ കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്തു. കോട്ടയത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ കയറി. ഹല്ലേലൂയ. ചില ബസ് സ്റ്റോപ്പുകൾ കഴിഞ്ഞു. എന്നെ അടിച്ചു. ശരീരം മുഴുവനും നീരും വേദനയും പുകച്ചിലും നീറ്റലും കീറി അതേ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് ഏതായാലും ബസ്സേ കയറി. അതേ സ്തോത്രം. അപ്പം പറഞ്ഞു മുമ്പോട്ട് നീങ്ങിയിരിക്കാൻ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. പുറകിലിരുന്നു. 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ അപ്പൻ നല്ല സൂപ്പർ ഉറക്കം, വായും പൊളിച്ച്. സ്തോത്രം. അപ്പൻ ഉറങ്ങി. ഏതോ ഒരു സ്ഥലത്തപ്പം ഞാൻ ഇറങ്ങി. ആ ഇറക്കമാ ഇന്ന് നിങ്ങളുടെ നടുവിൽ എന്നെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. 80-ൽ 17-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 19-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. 20-ാമത്തെ വയസ്സിൽ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ദൈവം എനിക്ക് നല്ലവൻ. ഈ 34 വർഷം ഈ കർത്താവിന്റെ വേല കലർപ്പില്ലാതെ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ ഭാഗ്യം തന്നു. പല സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുവാൻ ഒരു കഴുതയായി ദൈവം ഈ സാധുവിനെ ഉപയോഗിച്ചു. ചുരുക്കി പറയാം, അപ്പൻ ചോദിച്ചാര് കെട്ടും? ഒരു നസ്രാണിയെ സ്വർഗം ഒരുക്കി വെച്ചു ചിറ്റാറിൽ. ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് പോയ AM വർഗീസ് പാസ്റ്റർ, ബൂട്ടാൻ കുഞ്ഞോം പാസ്റ്റർ കൺവെൻഷന് വിളിച്ചു. അവിടെ ചെന്ന് പ്രസംഗിച്ചു. തിരിച്ച് വീട്ടിൽ വന്നപ്പോ കല്യാണാലോചന. അതേ കുത്തിയിരുന്നു പ്രാർത്ഥിച്ചു. ദൈവാലോചന തന്നു. വിവാഹം നടന്നു. സ്തോത്രം. 2 പെൺകുഞ്ഞുങ്ങളെ തന്നു. 2 പേരും സ്തോത്രം മെഡിസിൻ കഴിഞ്ഞു. ഒരാളുടെ വിവാഹം നടന്നു. ഒരാള് സ്തോത്രം PGക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഞങ്ങൾ ചിറ്റാറിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമാ ചിറ്റാർ. ഒരനുഭവം അദ്ദേഹത്തിന് ഞാൻ ചുരുക്കി അങ്ങ് പറയുക. വേണ്ടുന്നതുപോലെ ഉപദ്രവങ്ങൾ കിട്ടി, ഇറക്കി വിട്ടു. ഒത്തിരി നിന്ന് സഹിച്ചു. പെന്തക്കോസുകാരെ എല്ലാ ആപത്തും സഹിക്കാം. കള്ള സഹോദരന്മാരുള്ള ആപത്ത് ഒത്തിരി അനുഭവിച്ച എന്റെ ശോശാമ സിസ്റ്റർ വിചാരിക്കും സിസ്റ്ററിന് മാത്രമേ ഉള്ളെന്ന്. ഇല്ല, ബീന വിചാരിക്കും ബീനയ്ക്ക് മാത്രമേ ഉള്ളെന്ന്. അല്ലെന്ന്, ഇത് ദൈവമക്കൾക്കെല്ലാം ഉള്ളതാ. പ്രൈസല. എന്റെ കർത്താവിനെ ക്രൂശിച്ച ലോകം നിനക്ക് എന്നാ തരാനാ? യേശുവിന്റെ രക്തം നിർത്തട്ടെ. സ്തോത്രം, സ്തോത്രം. വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു. കുഞ്ഞുങ്ങളെ തന്നു. 2007 എന്റെ പ്രിയപ്പെട്ടവന് 2ാമതൊരു ജന്മം കൊടുത്തിട്ട് ഇന്ന് 17 വർഷം തികയുകയാ. 2007 അതേ ഏപ്രിൽ മാസം 7-ാം തീയതി ഈ കൊടുമണ്ണ്, സ്തോത്രം, കൂടൽ കൊടുമണ്ണ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ആക്സിഡന്റ് സംഭവിച്ച് എന്റെ പ്രിയപ്പെട്ടവൻ താഴെ വീണ്, ബൈക്കിൽ നിന്ന് താഴെ വീണ് എന്റെ മൂത്ത കുഞ്ഞിന്റെ അതേ സ്തോത്രം ഇടിച്ച കാറിന്റെ അതേ അടിയിൽ കുഞ്ഞ് കയറിപ്പോയി. അവളുടെ കാലെ ടയർ കയറി. പ്രൈസലോ. ഇളയ കുഞ്ഞിന്റെ തല പൊട്ടി. എന്റെ പ്രിയപ്പെട്ടവന്റെ സ്പൈനൽ കോഡ് നഷ്ടപ്പെട്ടു. ഡോക്ടേഴ്സ് പറഞ്ഞു എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന്. അതേ ഡൊമിനിക്കാന്റെ രാജുമാഞ്ഞുരാനും തിരുവല്ല പുഷ്പഗിരി ന്യൂറോ സർജന്മാർ ചുരുക്കി പറയാം എന്നോട് പറഞ്ഞു, ഇനി നിന്റെ ഭർത്താവ് നടക്കത്തില്ല. അതിന്റെ തലേ ദിവസം മൂലംകുളം എന്ന് പറയുന്ന കൊട്ടാരക്കര സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിച്ച് 24 പേർ രക്ഷിക്കപ്പെട്ടു. പിറ്റേ ദിവസം കരിക്കം IPCയിൽ കൊട്ടാരക്കരയിലുള്ള പ്രൈസലോ സ്തോത്രം അലയിട് വേവിച്ചാന്റെ വീട്ടിൽ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി. ഇവർക്ക് ശരിക്കറിയാം. അവിടെ തിരിച്ച് ഞാൻ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് എന്നോട് വിളിച്ചു പറഞ്ഞു, ബ്ലസ്സിയുടെ അമ്മയാണോ? അതെ, നിങ്ങളുടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ആക്സിഡന്റ് പെട്ട് കോന്നി SMS ഹോസ്പിറ്റലിൽ കിടക്കുന്നു.
അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ഓടി ഇവിടെ വന്നു. തളർന്നുപോയി, വയറ് വീർത്തു, യൂറിൻ പോകുന്നില്ല, മോഷൻ പോകുന്നില്ല, വേദന കൊണ്ട് പൊളയുന്നു. ഡോക്ടേഴ്സ് വിധി എഴുതി നടക്കത്തില്ല. ആ 2 ഡോക്ടർമാരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ ഭർത്താവ് നടക്കും, നടത്തുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എന്നെ ഭ്രാന്തി എന്ന് പറഞ്ഞ് വെളിയിൽ ഇറക്കി വിട്ടു. പക്ഷേ ചുരുക്കി പറയാം, പ്രൈസ് ദി ലോർഡ്, 56-ാമത്തെ ദിവസം എന്റെ ഭർത്താവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് നടക്കുന്നു. പ്രിയ ചായനൊക്കെ വന്ന് കണ്ടതാണ്. ദൈവത്തിന്റെ കൃപയാൽ നടത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ, കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ. പീലാത്തോസിന്റെ മുൻപിൽ നിർത്തിയപ്പോൾ, അവനെ കൊണ്ട് കല്ലറയിൽ വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആ ചതിയന്റെ കഥ കഴിഞ്ഞു, ഇനി അവൻ ഉയർത്തെഴുന്നേൽക്കത്തില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല, ഇനി അവൻ എഴുന്നേൽക്കത്തില്ല. കൊടുക്കാവുന്ന മാക്സിമം ഉപദ്രവങ്ങൾ കൊടുത്തു. ചാട്ടവാറുപോ അതേ കൊണ്ട് അവന്റെ ശരീരം ഉഴവുചാലു പോലെ കീറി. അവന്റെ തലയിൽ വലിയൊരു മുൾക്കിരീടം വെച്ചു, വലിയൊരു പച്ചമര കുരിശ് അവന്റെ തോളിൽ വെച്ചു. അവൻ വീണും എഴുന്നേറ്റും ഗോൽഗോൽത്തായിലേക്ക് പോയി. പക്ഷേ അവനെ കൊണ്ടുവന്ന് ക്രൂശിൽ തറച്ചു. 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്തിരുട്ടുണ്ടായി. ഇരുട്ടിൽ നിന്നെ പാർപ്പിച്ചെങ്കിൽ ഇരുട്ടല്ല നിന്റെ വിഷയം, നീ വെളിച്ചത്തിലേക്ക് വരാൻ പോകുകയാ. ഉടമനഗച്ചസി അവനെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ടുവച്ച് ഒരു പേട്ടുതോക്കും കൊടുത്ത് ഒരു കാവൽക്കാരൻ, ഒരു പടയാളിയെ അതേ അവിടെ കാവൽ നിർത്തിയെങ്കിൽ യുഗങ്ങളുടെ പാറയായവനെ പാറയ്ക്കകത്തൊതുക്കി അവൻ ഇനി എഴുന്നേൽക്കത്തില്ല. ദൈവവൈതലേ, നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കി വെച്ചവന്റെ മുൻപിൽ ഇതാ ശക്തിയോടെ അവൻ എഴുന്നേൽക്കുന്നു. പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ, പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ. ഇതാവൻ പോകാൻ സമയത്ത് പറഞ്ഞു, അതേ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഏക സത്യതയും നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്ന തന്റെ നിത്യജീവൻ അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ പോയതുപോലെ വരും. ഇനി അവൻ വരുന്നത് പാപികളെ രക്ഷിക്കുവാനല്ല, പാപത്തെ വെറുത്ത്, ലോകത്തെ വെറുത്ത്, ശാപത്തെ അതേ കളഞ്ഞ് യേശുവിനെ അനുഗമിക്കുന്നു. തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അനുഗമിക്കുന്നവരെ ചേർക്കുവാൻ ഇതവൻ വേഗം വരുന്നു. സഹോദരാ, അവനായി ഇന്ന് രാത്രി നിന്റെ ഹൃദയം കൊടുക്കാമോ? സഹോദരി, കുഞ്ഞേ, മാതാവേ, നിന്റെ ഹൃദയം അവന് വേണ്ടി കൊടുക്കാമോ? ഇന്ന് രാത്രി നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവൻ പുറത്തു വന്നു. യുഗങ്ങളുടെ പാറയായവനെ അടച്ചു വെച്ചു. പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റു. ഉടമനഗസി, നിന്റെ അകത്തി പാറയുണ്ട്. പുത്രനെ തന്നതോടുകൂടെ നിനക്ക് സകലതും തരും. കെട്ടാൻ ആളെ ഒരുക്കി. പറയാം, 44 വർഷം ഒരുത്തന്റെ മുമ്പിൽ ചെന്ന് വായ്പ വാങ്ങിച്ചില്ല. ആരും വെയിറ്റിംഗ് ഷെഡിൽ ഉറങ്ങിയില്ല. പിശക്കാരുടെ ഇടയിലേക്ക് എന്നെ വിട്ടില്ല. എന്റെ രാജാവിന്റെ പദവിക്കനുസരിച്ച്, അവന്റെ മഹത്വത്തിനനുസരിച്ച് ഇതുവരെ നടത്തിയതോർത്ത് സ്തോത്രം. അവനെ ഒന്ന് ധ്യാനിച്ചേ, അവനെ ഒന്ന് ഓർത്തേ, അവനെ ഒന്ന് സ്തുതിച്ചേ, അവനെ ഒന്ന് മഹത്വപ്പെടുത്തിയേ. അവൻ വേഗം വരുന്നു. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് നീ എന്റെ വചനം കാത്തു. അതുകൊണ്ട് നിന്റെ പരീക്ഷ കാലത്തും ഞാൻ നിന്നെ കാക്കും. 3:10 ഞാൻ നിർത്തുകയാ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി ഞാൻ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.